അള്ളാഹു ഈ ലോകത്തെ ഏറ്റവും യോഗ്യയായ ഒരു മഹദിയെപ്പറ്റി ഞങ്ങളൊരു ചർച്ച ആരംഭിക്കുകയാണ്. ബഹുമാനപ്പെട്ട അഹ്ലു ബൈത്തിന്റെ മായി ബന്ധപ്പെട്ട ചർച്ചയിൽ അവരെപ്പറ്റി അത് രത്നക്കല്ലിന്റെ സ്ഥാനത്താണ് മോതിരത്തെ അതിനെ മനോഹരമാക്കിയത്, അതിന് വില നിശ്ചയിച്ചത് അത് രത്നക്കല്ലിന്റെ വിലയാണല്ലോ. മോതിരത്തിൽ രത്നക്കല്ലിന്റെ സ്ഥാനമാണ് നബി കുടുംബത്തിൽ ഖദീജയുടേത് റളിയല്ലാഹു. ആരും ഞങ്ങൾ സഹായിക്കാനില്ലാത്ത ദിവസം അവരെ ബർക്കത്തുകൊണ്ട് രക്ഷപ്പെടും മാത്രമാണ് ലക്ഷ്യം. ഞങ്ങൾ തന്നെയും ചെയ്തു കൂട്ടിയ പാപങ്ങൾ ഞങ്ങൾക്ക് മേൽ ഭാരമാകുന്ന ദിവസം രക്ഷപ്പെടലാണ് ഞങ്ങളുടെ ഉദ്ദേശം. അള്ളാഹു ഈ നരകത്തിന്റെ മേൽ സിറാത്തിനെ മേൽപ്പാലമായി സ്ഥാപിക്കപ്പെടുന്ന ദിവസം രക്ഷപ്പെടൽ മാത്രമാണ് ഞങ്ങളുടെ ഉദ്ദേശം. ദുനിയാവിലെ ഫളീഹത്തിൽ നിന്നും ആഖിറത്തിലെ നിഖ്മത്തിൽ നിന്നും രക്ഷപ്പെടൽ മാത്രമാണ് ഞങ്ങളുടെ ഉദ്ദേശം. എല്ലാവരും ഞങ്ങളെ കൈവിടുന്ന ദിവസം അവരെ കൂട്ടത്തിലേക്ക് ചേർത്ത് നീ ഞങ്ങളെ കൈവിടാതിരിക്കലാണ് ഞങ്ങളുടെ ഉദ്ദേശം. നമുക്ക് നീ തൗഫീഖ് തരണം. ഞങ്ങൾ ചെയ്ത തെറ്റുകൾ കുറ്റങ്ങൾ വളരെ വലുതാണെങ്കിലും നീ അഫ്വ. ഈ ക്ലാസ്സിൽ വരുന്ന ആളുകൾക്കൊക്കെ ഇജാബത്തുണ്ടാകണമേ റബ്ബേ. ഒരു ദുആക്ക് ഇജാബത്തുണ്ടാകണമേ റബ്ബേ. ഒരു മനസ്സിൻ്റെ ഉള്ളിൽ കൊതിക്കുന്ന കാര്യങ്ങളെ ഖൈറായി നടത്തി കൊടുക്കണമേ റബ്ബേ. നീ തൗഫീഖ് ചെയ്യണം അല്ലാഹ്. നീ സഹായിക്കണം അല്ലാഹ്. സഹായിക്കണമേ പടച്ചോനെ. നിങ്ങൾ നീ സഹായിക്കണമേ റബ്ബേ. ഈ കൂട്ടത്തിലെ രോഗികളെ നീ ശിഫ കൊണ്ട് അനുഗ്രഹിക്കണം. ഈ കൂട്ടത്തിൽ നിന്ന് കഴിഞ്ഞ 10-18 കൊല്ലത്തിനുള്ളിൽ അനവധി ആൾ മരിച്ചിട്ടുണ്ട്. അവർക്ക് നീ മഗ്ഫിറത്ത് നൽകണമേ റബ്ബേ. ഫിർദൗസിന്റെ വാതിൽ അവരെ ഖബറിലേക്ക് തുറന്നു കൊടുക്കണം അല്ലാഹു. അല്ലാഹു 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 അല്ലാഹു. ഞങ്ങളുടെ സമാനിൽ ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു ഖദീജാബിയുടെ പേരക്കുട്ടിയായ ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു പ്രത്യക്ഷപ്പെടുന്ന പക്ഷം അവരെ ഹിസ്ബിലേക്ക് ഞങ്ങളെ ചേർക്കണം. അവരെ ഹിസ്ബിലേക്ക് ഞങ്ങളെ ചേർക്കണമേ. അവരെ ഹിസ്ബിലേക്ക് ഞങ്ങളെ ചേർക്കണമേ റബ്ബേ. അവരെ ഹിസ്ബിലേക്ക് ഞങ്ങളെ ചേർക്കണമേ റബ്ബേ. ദുനിയാവിലെ ഖൈറായ വിഭാഗത്തിലേക്ക് ഞങ്ങളെ ചേർക്കണമേ റബ്ബേ. അവർക്ക് ഖൈറിൻ്റെ അയലുകാരെ ഗൈബത്തിന് മിമത്ത് പറയുന്നതിനെ തൊട്ട് ഞങ്ങളെ നീ കാക്കണമേ റബ്ബേ. എല്ലാവരെയും നീ രക്ഷപ്പെടുത്തണമേ. ഈ ലോകത്ത് അതുല്യ ബഹുമതിയുള്ള ഏറ്റവും വലിയ ബഹുമതിയുള്ള ഒരു മനുഷ്യനെയാണ് ഈ ക്ലാസ്സിൽ ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത്. കുറച്ചു കാലം എത്ര ക്ലാസ് വരുമെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ 1-2 മാസങ്ങൾ എടുത്തേക്കാം. അള്ളാഹു ആലം എനിക്കറിയൂല. ചിലപ്പോൾ അതിന് കൂടുതലും എടുത്തേക്കാം. അള്ളാഹു ആലം എനിക്കറിയൂല. കാരണം അതൊരു ചർച്ചയാണ്. അവരെക്കുറിച്ചൊരു പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇതെന്നും ഒരു റെഫറൻസ് ആക്കാനുള്ള സോഷ്യൽ മീഡിയയിലും മറ്റും റെഫറൻസ് ആക്കുക എന്നൊക്കെ തന്നെയാണ് ഇതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഭൂമിയും ആകാശവും തമ്മിൽ തർക്കിച്ച ഒരു കഥയുണ്ട്. ആകാശം പറഞ്ഞു, എൻ്റെ മേലാണല്ലോ മലായിക്കത്തിൻ്റെ വാസസ്ഥലം, എൻ്റെ മേലാണല്ലോ മലക്കുകൾ താമസിക്കുന്നത്, എൻ്റെ മേലാണല്ലോ അർശും ലോഹമെല്ലാം ഉള്ളത് എന്ന് ആകാശം പറഞ്ഞു ഭൂമിയോട്. അപ്പോൾ ഭൂമി പറഞ്ഞു, അന ഹമൽതു ഖദമ മുഹമ്മദ്, ഞാൻ മുഹമ്മദിന്റെ കാലെത്തിയ ആളാണ്. എത്രയോ കാലം. വഫീ ബത്നി ഖബ്ർ മുഹമ്മദ് ഫസക്കത്തത്തി സമ. ആകാശം ഭൂമിയോട് പറഞ്ഞത്രേ, എൻ്റെ മുകളിലാണ് ആ മലായിക്കത്തിൻ്റെ വാസസ്ഥലം, എൻ്റെ മുകളിലല്ലേ ലോഹം കലമും എല്ലാം ഉള്ളത്. അപ്പോൾ ഭൂമി ആകാശത്തോട് തിരിച്ച് മറുപടി പറഞ്ഞു, ഞാനാണ് കുറെ കാലം മുഹമ്മദിന്റെ കാൽ ചുമന്ന് നടന്ന ആൾ എന്ന് നീ മറക്കരുത്. ഞാൻ മുഹമ്മദിന്റെ കാല് വഹിച്ചവനാണ്. വഫീ ബത്നി ഖബ്ർ മുഹമ്മദ്. ഇന്നും എൻ്റെ വയറ്റിലാണ് മുഹമ്മദിന്റെ താമസം. സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുലിഖത്തിൽ അവാലിം കുല്ലുഹാ ലഹു. ഈ ലോകം മുഴുവനും ആ മനുഷ്യന് വേണ്ടി പടച്ചതല്ലേ. ആ മനുഷ്യനെ കുറെ നാൾ ഞാൻ ചുമന്നില്ലേ. ആ മനുഷ്യൻ ഇപ്പോൾ എൻ്റെ വയറ്റിൽ താമസിക്കുന്നില്ലേ. ഫസക്കത്തത്തി സമാഉ അലൽ അർളി. പിന്നെ ഭൂമിയുടെ മേൽ ആകാശമൊന്നും മിണ്ടിയില്ല എന്നാണ്. എങ്കിൽ പെണ്ണെന്താണെന്നറിയുന്നതിന് മുമ്പ്, ജീവിതം എന്താണെന്നറിയുന്നതിന് മുമ്പ്, ഈ പാവപ്പെട്ട മക്കയിലെ ചെറുപ്പക്കാരനെ ഇസ്ലാമാകുന്നതിൻ്റെ മുമ്പ്, ഇസ്ലാമിയത്തിൻ്റെ നുബുവത്ത് വരുന്നതിന് മുമ്പ്, നുബുവത്ത് വരുന്നത് ബിഅ്സത്ത് പ്രത്യക്ഷപ്പെടുന്നതിന് മുമ്പ്, നുബുവത്ത് വരുന്നതിന് മുമ്പ് തൻ്റെ മാർവിടത്തിൽ ചുമന്ന ആളാണ് ആര്? ഖദീജ റളിയല്ലാഹു. ഖദീജക്ക് മുമ്പ് ഒരാൾ മുസ്തഫ നബിയെ മാർവിടത്തിൽ ചുമന്നിട്ടില്ല. തൻ്റെ ഉമ്മ കൂടുതൽ ചുമക്കാൻ ഉണ്ടായിട്ടുമില്ല.
പിന്നെ എല്ലാമായിരുന്നു ഖദീജ. ആർക്കും ആ സ്ഥാനം പറയാനും കഴിയൂല. അതാർക്കും പറയാൻ കഴിയൂല. അത് മറിയമ്മിനും പറയാൻ കഴിയില്ല, അത് ആസിയാക്കും പറയാൻ കഴിയില്ല റളിയല്ലാഹു അൻഹ. അവരൊക്കെ വലിയവരല്ലേ, വലിയവരാണ്. പക്ഷേ ഈ ഒരു സ്ഥാനം അവർക്ക് ദുനിയാവിൽ പറയാൻ കഴിയില്ല. ഒരു പെണ്ണിന്റെ മാർവിടത്തിന്റെ ലാളന എന്താണെന്ന് പുണ്യ റസൂൽ മുസ്തഫ അറിയുന്നതിന് മുമ്പ് ആ മാർവിടത്തിലേക്ക് സ്വീകരിച്ചത് മഹദിയായ ഖദീജ റളിയല്ലാഹു അൻഹയാണ്. ആകാശത്തിന്റെ മേൽ തർക്കിച്ച് ഭൂമി വിജയിച്ചതുപോലെയാണ് ലോകത്തെ സകല ജനത്തിന്റെ മേലും ഖദീജ വിജയിക്കും റളിയല്ലാഹു അൻഹ. കവി പറഞ്ഞു, ഞാൻ കാറ്റിനോട് ചോദിച്ചു, കാറ്റേ, നീ എന്തിനാണ് ഇങ്ങനെ സുലൈമാന് വഴിപ്പെട്ട് നടന്നത്? നിനക്ക് നിന്റേതായ ഒരു സ്ഥാനല്ലേ, നീ സുലൈമാൻ പറഞ്ഞതിനൊക്കെ അനുസരിച്ച് നടക്കണമെന്ന്. അപ്പോൾ കാറ്റ് പറഞ്ഞത്രേ, വഫീ യദിഹി ഖാതമുൻ നുഖ്ശ ഫീഹി ഇസ്മു മുഹമ്മദ്. അപ്പോൾ കാറ്റ് പറഞ്ഞത്രേ, ഞാനെങ്ങനെ കൈഫ ലാ അത്വഉ സുലൈമാൻ, ഞാനെങ്ങനെ സുലൈമാൻ വഴിപ്പെടാതെ, വഫീ യദിഹി ഖാതമുൻ നുഖ്ശ ഫീഹി ഇസ്മു മുഹമ്മദ്, ഞാൻ എങ്ങനെയാണ് കവിയെ സുലൈമാന് വഴിപ്പെടാതിരിക്കുക? സുലൈമാന്റെ കയ്യിൽ ഒരു മോതിരം ഉണ്ടായിരുന്നു, ആ മോതിരത്തിൽ മുഹമ്മദ് എന്ന് രേഖപ്പെടുത്തി. ആ മോതിര കൈയല്ലേ സുലൈമാന്റെ മേൽ ചൂണ്ടിയത്? ആ മോതിരക്കൈ കാട്ടിയല്ലേ സുലൈമാൻ എന്നെ വിളിച്ചത്? ആ മോതിര വിരൽ കാട്ടിയല്ലേ സുലൈമാൻ എന്നെ വിളിച്ചത്? വഫീഹി നഖ്ശുൻ ഇസ്മു മുഹമ്മദ് നുഖ്ശ ഫീഹി ഇസ്മു മുഹമ്മദ്, ആ മോതിരത്തിൽ മുഹമ്മദ് എന്ന പേര് മുദ്രണം ചെയ്തിട്ടുണ്ട്. ആ മോതിര വിരൽ ഉയർത്തി സുലൈമാൻ എന്നെ വിളിക്കുമ്പോൾ എനിക്ക് വഴിപ്പെടാതിരിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് ഞാൻ സുലൈമാൻ വഴിപ്പെട്ടത് എന്ന് കാറ്റ് കവിയോട് തിരിച്ചു പറഞ്ഞു എന്നാണ് കവിയുടെ കാൽപ്പനികത്വം. അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തെ ആദരിച്ച ഏറ്റവും വലിയ മഹദിയാണ് മഹദിയായ ഖദീജ. അവരുടെ മഹത്വം വളരെ വലുതാണ്. അവർക്കൊരു മിസാല് സമ്പൂർണമായി പറയാൻ കഴിയൂല. അവർക്കൊരു ഉദാഹരണം നമുക്ക് പറഞ്ഞു തീർക്കാൻ കഴിയില്ല. ഖദീജ ബിബി റളിയല്ലാഹു അൻഹയ്ക്ക് ഒരു ഉദാഹരണം പറഞ്ഞു തീർക്കാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം കഴിയും. എന്തുകൊണ്ട്? അത്ര വലിയ സ്ഥാനമായിരുന്നു മഹദിയായ ഖദീജ റളിയല്ലാഹു അൻഹയുടെ സ്ഥാനം. മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവർക്ക് കൽപ്പിച്ച മഹത്വം മറ്റാരെക്കാളും വലിയ മഹത്വമാണ് ഖദീജ റളിയല്ലാഹു അൻഹയ്ക്ക് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൽപ്പിച്ചിട്ടുള്ളത്. എന്താണ് ഹബീബ് പറയുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കുക. മാ അബ്ദലനി അല്ലാഹു ഖൈറൻ മിൻഹാ, അവരെക്കാൾ നല്ലൊരാളെ അള്ളാഹു പിന്നെ എനിക്ക് പകരമായി തന്നില്ല. ഇനി കൂടുതൽ വർത്തമാനം പറയേണ്ട ആവശ്യമില്ല. അള്ളാഹു വേറെയും കുറെ പെണ്ണുങ്ങളെ എനിക്ക് തന്നു ഖദീജ വഫാത്തായപ്പോൾ. ഖദീജ ജീവിച്ചിരിക്കുമ്പോൾ റസൂൽ വേറെ കല്യാണം കഴിച്ചില്ല. ഖദീജ ബീവിക്ക് റസൂലിനേക്കാൾ 15 വയസ്സ് കൂടുതലാണ്. റസൂൽ ജനിക്കുന്നതിന് മുമ്പ് 15 കൊല്ലം മുമ്പ് ഖദീജ ബീവി ജനിച്ചിട്ടുണ്ട്. റസൂലിനേക്കാൾ 15 വയസ്സ് കൂടുതലാണ് ആർക്ക്? ഖദീജ ബീവിക്ക് റളിയല്ലാഹു അൻഹ. എന്നിട്ട് പിന്നെ റസൂൽ ഖദീജ ബീവിക്ക് ശേഷം കല്യാണങ്ങൾ കഴിച്ചു. പിന്നെ അവസാന കാലത്ത് റസൂൽ പറയാണ്, എന്ത്? മാ അബ്ദലനി അല്ലാഹു ഖൈറൻ മിൻഹാ, കുറെ പെണ്ണുങ്ങളെ ഞാൻ കല്യാണം കഴിച്ചെങ്കിലും മാ അബ്ദലനി, എനിക്ക് പകരം തന്നില്ല. അല്ലാഹു എനിക്ക് പകരം തന്നില്ല. ഖൈറൻ മിൻഹാ, ഖദീജയേക്കാൾ ഖൈറായ ഒരാളെ അല്ലാഹു എനിക്ക് പിന്നെ പകരമായി തന്നിട്ടില്ല. ഖദീജയുടെ ശൂന്യത ഇവിടെ തന്നെ. അതിൽ സിദ്ദീഖുൽ അക്ബറിന്റെ മകൾ ആയിഷ പോലുമുണ്ട് റളിയല്ലാഹു അൻഹ. വലിയ മഹദിയല്ലേ? വലിയ മഹദിയാണ്. പലരും ഉണ്ട്. ഉമർ ബിൻ ഖത്താബിന്റെ പൊന്നുമോൾ ഹഫ്സയുണ്ട് റളിയല്ലാഹു അൻഹ. സൈനബ് ബിൻത് ജഹ്ഷ് ഉണ്ട് റളിയല്ലാഹു അൻഹ. പലരുണ്ട്. ഉമ്മു ഹബീബയുണ്ട് റംല റളിയല്ലാഹു അൻഹ. പക്ഷേ മാ അബ്ദലനി അല്ലാഹു ഖൈറൻ മിൻഹാ, ഖദീജയേക്കാൾ നല്ല ഒരാളെ അല്ലാഹു പിന്നെ എനിക്ക് പകരം തന്നതേയില്ല. ഖദീജ മരിച്ചപ്പോൾ ആ ശൂന്യത അവിടെ തന്നെ കിടന്നു എന്ന് മുഹമ്മദ് മുസ്തഫ. ചിന്തിച്ചോക്ക്, ഖദീജ ആരായിരിക്കും റളിയല്ലാഹു അൻഹ.
ഖദ് ആമനത് ബി ഇദ് കഫറ ബി അന്നാസ്, ജനങ്ങൾ എന്നെ നിഷേധിച്ചപ്പോൾ എന്നെ വിശ്വസിച്ചത് ഖദീജയാണ്. ഇനി ഒരു ഗൗരവമായ വിഷയം കേട്ടോളൂ, പിന്നീട് ആ ഭാഗത്തേക്ക് നെസ് വരുമ്പോൾ ഞാൻ നെസ് തന്നെ കാണിച്ചു. ഈ ഉമ്മത്തിൽ ആദ്യം വിശ്വസിച്ച ആൾ ഖദീജ ബീവിയാണ്. ഹത്ത ഖബല അബീ ബക്കരീൻ, ഹത്ത ഖബല അബീ ബക്കരീൻ, ഖബല അബീ ബക്കരീൻ റളിയല്ലാഹു അൻഹു. ആദ്യം വിശ്വസിച്ച ആൾ ഖദീജ ബീവിയാണ്. ആരെക്കാളും തിങ്കളാഴ്ച നബുവത്ത് കിട്ടി, തിങ്കളാഴ്ച തന്നെ ഖദീജ ബീവി വിശ്വസിച്ചു. തിങ്കളാഴ്ച നബുവത്ത് കിട്ടി, തിങ്കളാഴ്ച തന്നെ ഖദീജ ബീവി വിശ്വസിച്ചു. തിങ്കളാഴ്ച തന്നെയാണ്. ഈ ദുനിയാവിൽ ആദ്യം ഇതിൽ യാതൊരു തർക്കമില്ല. ചില ഭാഗങ്ങളിൽ നെസ് കാണുന്ന ബിത്തിഫാഖിൽ ഉലമായി ആലിമീങ്ങൾക്ക് ഇതിൽ ഏകാഭിപ്രായമാണെന്നാണ്. ബിത്തിഫാഖിൽ ഉലമായി നെസ് കാണാൻ ചില സ്ഥലത്ത് ആലിമീങ്ങൾക്ക് ഇതിൽ ഏകോപിച്ച അഭിപ്രായമാണ്. ആദ്യം വിശ്വസിച്ച ആൾ ഖദീജ ബീവിയാണ് റളിയല്ലാഹു അൻഹ. പെണ്ണായി തന്നെ ഉള്ളൂ. നമ്മൾ പറയുമ്പോ എന്ത് പറയും? പുരുഷന്മാരിൽ ആദ്യം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, കുട്ടികളിൽ ആദ്യം അലി റളിയല്ലാഹു അൻഹു, അടിമകളിൽ ആദ്യം സയ്യിദ് റളിയല്ലാഹു അൻഹു, പെണ്ണുങ്ങളിൽ ആദ്യം ഖദീജ ബീവി എന്ന് പറയും. അത് നമ്മളെ ഈ തെർത്തീബ് ഇങ്ങനെ ആയതുകൊണ്ടാണ്. പക്ഷെ ഈ കൂട്ടത്തിലൊരു ആദ്യക്കാരനുണ്ടല്ലോ, മനസ്സിലായില്ല? ഇതൊക്കെ ഓരോ നൗഅകളാണ്. എന്ത്? പുരുഷന്മാരിൽ ആദ്യം സിദ്ദീഖുൽ അക്ബർ, കുട്ടികളിൽ ആദ്യം അലി ഇബ്നു അബി ത്വാലിബ്, അടിമകളിൽ ആദ്യം സയ്യിദ് റളിയല്ലാഹു അൻഹു, പെണ്ണുങ്ങളിൽ ആദ്യം ഖദീജ ബീവി. ഇനി ഈ നാലുകളിൽ അവ്വലുൽ അവ്വലീനാര ഖദീജ. ഇതിൽ ആദ്യം ആൾ ബിത്തിഫാഖിൽ ഉലമായി തന്നെ നസ് കാണാൻ ചില സ്ഥലത്ത്. ഏറ്റവും ആദ്യം തിങ്കളാഴ്ച നബുവത്ത് കിട്ടി, തിങ്കളാഴ്ച വിശ്വസിച്ചു. ഉമ്മുൽ മുഅ്മിനീൻ ഖദീജ റളിയല്ലാഹു അൻഹ. എല്ലാവരും എന്നെ നിഷേധിച്ചപ്പോൾ എന്നെ വിശ്വസിച്ചത് ഖദീജ ബീവിയാണ്. ഖദ് ആമനത് ബി ഇദ് കഫറ ബി അന്നാസ്, ജനങ്ങൾ എന്നെ വിശ്വസിച്ചപ്പോൾ, എന്നെ നിഷേധിച്ചപ്പോൾ എന്നെ വിശ്വസിച്ചത് ഖദീജയാണ് റളിയല്ലാഹു അൻഹ. വസദ്ദഖത്നി ഇദ് കദബനി അന്നാസ്, ജനങ്ങൾ എന്നെ ജനങ്ങൾ എന്നെ കളവാക്കിയപ്പോൾ ആദ്യം എന്നെ വാസ്തവമാക്കിയത് ഖദീജയാണെന്ന് പുണ്യ റസൂൽ മുസ്തഫ. ജനങ്ങൾ എനിക്ക് ഒന്നും തരാതെ എന്നെ ഓടിച്ചപ്പോൾ എനിക്ക് സ്വന്തം മുതൽ ചെലവഴിച്ച് ദരിദ്രയായത് ഖദീജ. സ്വന്തം മുതൽ കണ്ടുകൊടുക്കരുത്. ഖുവൈലിദിന്റെ മകളല്ലേ ഖദീജ, മുതലാളിച്ചല്ലേ, പൈസക്കാരി. ഖുവൈലിദിന്റെ മകളല്ലേ. ഖുവൈലിദ് ആരാന്ന വിചാരിച്ചത്? മക്ക കണ്ട് ഏറ്റവും വലിയ ധനാഢ്യന്മാരിൽ ഒരാളാണ്. ആര്? ഖുവൈലിദ്. ഭയങ്കര പൈസക്കാരനല്ലേ. ചിന്തിക്കണം. ഒരു വിഷയത്തിന് അബ്ദുൽ മുത്തലിബ് എന്നവര് ഇറങ്ങിയിട്ട് ഒരു വിഷയം, മക്കയുടെ ഒരു കാര്യം സംസാരിക്കാൻ വേണ്ടി ഒരു രാജാവിനോടോ ഒരു ചക്രവർത്തിയോടോ ഒരു നാട്ടുപ്രമാണിയോടോ ഒരു വിഷയം സംസാരിക്കാൻ ഇറങ്ങുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു വിഷയം തീർപ്പ് കൽപ്പിക്കാൻ വേണ്ടി, തർക്കമുള്ള ഗൗരവമായ വിഷയം തീർപ്പ് കൽപ്പിക്കാൻ വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട ഹബീബ റസൂലുള്ളാഹിയുടെ വല്ലിപ്പയായ അബ്ദുൽ മുത്തലിബ് ഇറങ്ങുകയാണെങ്കിൽ വലത് ഭാഗത്ത് ഇരുത്തുമായിരുന്നത്ര ആരെ? ഖുവൈലിദിനെ. അബ്ദുൽ മുത്തലിബ് അത്ര വലിയ പൈസക്കാരനൊന്നുമല്ല, ഉള്ളതുകൊണ്ട് ഇങ്ങനെ ഒപ്പിച്ച. പക്ഷെ ഭയങ്കര പവറാണ്. മനസ്സിലായില്ല? വലിയ പണക്കാരനല്ല, പക്ഷെ പണക്കാരെക്കാൾ വലിയ പവർ. ഭയങ്കര ഒരു വർത്താനം പറഞ്ഞ ഒരാൾ മിണ്ടൂല. അങ്ങനത്തെ ആളാണ് ആര്? അബ്ദുൽ മുത്തലിബ് എന്നവര്. എന്നാൽ ഒപ്പുണ്ടാവും ആര്? ഖുവൈലിദ്. ചെലവാക്കേണ്ടടുത്ത് ചെലവാക്ക ഖുവൈലിദാണ്. ഭയങ്കര മുതലാളിയാ. പല വിഷയങ്ങൾക്കും അബ്ദുൽ മുത്തലിബ് ഇറങ്ങുമ്പോൾ ആദ്യം കൂടെ ഉണ്ടാവും ആര്? ഖുവൈലിദ്. ആ ഖുവൈലിദിന്റെ മകളാണ് മഹദിയായ ഖദീജ റളിയല്ലാഹു അൻഹാ. ആരും എനിക്ക് തരാതെ എല്ലാവരും എന്നെ ഓടിച്ച സാഹചര്യത്തിൽ തനിക്കുള്ളതെല്ലാം എനിക്ക് വിട്ടു തന്ന ആളാണ് ഖദീജ. പിന്നെ ഫഖീറത്തായി മരിച്ചു. ഒന്നുമില്ല, ഫഖീറത്താണ്. മക്ക കണ്ട ഏറ്റവും വലിയ മുതലാളിയാണ് ആര്? ഖദീജ റളിയല്ലാഹു അൻഹാ. അതുകൊണ്ടല്ലേ ഖദീജ മരിച്ചപ്പോൾ
ദുഃഖവർഷം ആചരിച്ചു മുസ്ലിമീങ്ങൾ. ഖദീജ റളിയല്ലാഹു അൻഹ മരിച്ച കൊല്ലം ആമുൽ ഹുസ്നാണ്. എന്ത് ദുഃഖവർഷാണ്. അത്രയും വലിയ മഹതിയായിരുന്നു ഖദീജ റളിയല്ലാഹു അൻഹാ എന്ന്. വറസഖനി അല്ലാഹു വലദഹാ ഇദ് ഹറമനി ഔലാദൻ നിസാ. മറ്റു പെണ്ണുങ്ങളിൽ അല്ലാഹു എനിക്ക് മക്കളെ തടഞ്ഞപ്പോൾ, നിഷേധിച്ചപ്പോൾ എനിക്ക് മക്കളെ തന്നത് അല്ലാഹു ഖദീജയിലൂടെയാണെന്ന് മുഹമ്മദ് മുസ്തഫ. വേറെ പെണ്ണുങ്ങളിൽ റസൂലുള്ളാഹിക്ക് മക്കൾ ഉണ്ടായിട്ടില്ല. ഒരു എന്തൊഴികെ ഒരു തശ്രീഇന് വേണ്ടി, മനസ്സിലായില്ല, അടിമ പെണ്ണുങ്ങളോടുള്ള മഹത്വം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് മാരിയ റസൂലുള്ളാഹിക്ക് ഒരു കുട്ടി ഉണ്ടായിട്ടുണ്ട്. ഉമ്മാനെ പോലെ കുട്ടിയുടെ അമ്മാന്റെ പരിഗണന കൊടുത്ത് ഉയർത്തിയിട്ടുണ്ട്. അതൊരു ശറഅയിന് വേണ്ടിയാണ്. അത്തരം കാര്യങ്ങളിൽ ജനങ്ങളും വ്യാപൃതരായി പിന്നെ അടിമ സമ്പ്രദായം ഇല്ലാതാക്കാൻ വേണ്ടി, മനസ്സിലായില്ലേ, അവരെ ഭോഗിക്കും, അവരെ ഒഴിവാക്കും. ആ സ്ഥാനത്ത് അവരിൽ മക്കള് ഉണ്ടായിട്ടുണ്ട്. ആർക്ക്? ഹബീബായ റസൂലുള്ളാഹിക്ക്. ആ ഒരു സംഭവം മാറ്റിവെച്ചാൽ വേറെ പെണ്ണുങ്ങളിലൊന്നും എന്തില്ല, മക്കളില്ല ഹബീബായ റസൂലുള്ളാഹിക്ക്. എന്നാൽ ആരിലുണ്ട് മക്കളൊക്കെ? ആരിലൂടെയാണ്? ഖദീജ ബീവിയിൽ. എന്തിന് ഒരു മോള് പോലെ? ആര്? ഫാത്തിമ ശബീഹത്തും ആള് ശരീരം മനുഷ്യന്റേതാണെങ്കിലും ശബീഹത്തും ബിൽ ഹൂരി ഖാല റസൂലുള്ളാഹി. ഹൂറുല്ലീങ്ങളെ കൂട്ടത്തിൽപ്പെട്ടവളാണ് എന്റെ മോൾ. അവൾക്ക് ഹൈളും നിഫാസിന്റെയും രക്തം ആരും പ്രതീക്ഷിക്കേണ്ടതില്ല എന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പെണ്ണിന്റെയും ഉമ്മയാണ് ആര്? ഖദീജ. അൽ ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്തി. മക്കൾക്ക് മാതാവിന്റെ കാലിന്റെ ചുവട്ടിലാണ് സ്വർഗമെങ്കിൽ ഫാത്തിമയുടെ സ്വർഗം ഖദീജന്റെ വീട്ടിലാണ് റളിയല്ലാഹു അൻഹ. അപ്പൊ ആ സ്ഥാനം എത്ര ഉണ്ടാവും? അപ്പൊ ആ സ്ഥാനം എത്രയുണ്ടാകും? നമ്മൾ പഠിക്കാൻ പോകുന്ന ആളെ പറ്റി നമ്മൾ ചിന്തിക്കണം. വീട്ടിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങിയ റസൂലുള്ളാഹിക്കും ഖദീജ ബീവിക്കും ഒരു ഫാത്തിഹ ഓതാതെ ഇനി ക്ലാസ്സിൽ എഴുത്. ഇങ്ങനെ വരുമ്പോൾ അത് നിങ്ങളുടെ ജീവിതത്തെ മാറ്റും. ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. നിങ്ങളോട് ഞാൻ സത്യം പറയാൻ പോവാനട്ടാ. ഒരിക്കലും അഹങ്കരിച്ച് നടക്കണ്ട. കൽബ് നന്നാക്കണമെങ്കിൽ മഹാന്മാരെ പിൻപറ്റണം. അല്ല കൽബ് നന്നാവൂല. കൽബ് നന്നാവാതെ ഒരുത്തൻ രക്ഷപ്പെടാൻ പോണില്ല. കൽബ് നന്നാകാതെ ഒരാൾ രക്ഷപ്പെടാൻ പോണില്ല കുട്ടികളെ. അത് പഠിക്കണം. ക്ലാസ്സിൽ കുറെ വന്നിട്ട് കാര്യമല്ല. കൂറ കപ്പൽ പോയതുപോലെ എന്ത് കാര്യം? 18 കൊല്ലം ക്ലാസ്സിൽ വന്നിട്ട് ഒരു കാര്യവും ഇല്ല കുട്ടികളെ. കൂറ കപ്പൽ പോയതുപോലെ ക്ലാസ്സിൽ വന്നിട്ട് ഒരു കാര്യമില്ല കുട്ടികളെ. അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. അപ്പൊ നിങ്ങൾ ചിന്തിക്കണം, ആരെയാണ് പഠിക്കാൻ പോണത്? നിങ്ങൾ പൊരേന്നിറങ്ങിയാൽ ഇലാ ഹദറത്തിൽ മുസ്തഫ മുഹമ്മദിൻ വഇലാ ഹദറത്തി ഹുബ്ബിഹാ അഹിബ്ബിഹാ. റസൂലുള്ളാഹിയുടെ പ്രേമഭാജനം ഹിബ്ബുൻ നബിയിൽ മുസ്തഫ വഇലാ ഹദറത്തി ഹിബ്ബിൻ നബിയിൽ മുസ്തഫ ഖദീജത്തുൽ കുബ്ര അൽ ഫാത്തിഹ എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി ഇങ്ങനെ പോരുമ്പോൾ 100 ഫാത്തിഹ ആണെങ്കിൽ 100 ഫാത്തിഹ ഓതി കളിപ്പെടുത്തുന്നവരെ എന്നോട് അള്ളാഹിനോട് തവസ്സുലാക്കി ദുആർക്ക, എന്നെ രക്ഷപ്പെടുത്തണേ, ദുനിയാവിലും രക്ഷപ്പെടുത്തും. നിങ്ങൾ ഒരു പേടിയും പേടിക്കണ്ട. എല്ലാരും കുഴങ്ങണ ദിവസം നമ്മൾ കുഴങ്ങൂല. അള്ളാഹു നമ്മളെ കാത്തിരച്ചു. വേറെ സംഭവം കേട്ടോളൂ. أنس رضي الله عنه جاء جبريل إلى النبي صلى الله عليه وسلم وعنده خديجة. ജിബ്രീൽ അലൈഹിസ്സലാം മുസ്തഫ നബിയുടെ അരികിൽ വന്നു. വഇൻദഹു ഖദീജ. റസൂലുള്ളാഹിന്റെ അടുക്കൽ ആരുണ്ട്? ഖദീജ റളിയല്ലാഹു അൻഹ ഉണ്ട്. ആ സന്ദർഭത്തിൽ സയ്യിദുനാ ജിബ്രീൽ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്നു. സയ്യിദുനാ ജിബ്രീൽ ഖാല. എന്നിട്ട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, ഇന്നല്ലാഹ യുക്രിഉ ഖദീജത്തസ്സലാം. അല്ലാഹു തആല ഖദീജക്ക് സലാം പറയുന്നുണ്ട് എന്ന് പറഞ്ഞു സയ്യിദുനാ ജിബ്രീൽ. യാ അല്ലാഹ് അല്ലാഹ് സലാം പറഞ്ഞയച്ചിരിക്കുക. ആർക്ക്? ഖദീജക്ക്. യാ അല്ലാഹ് റസൂലുള്ളാഹിയും ഖദീജ ബീവിയുണ്ട്. ഇറങ്ങി വന്നു സയ്യിദുനാ ജിബ്രീൽ. എന്നിട്ട് പറഞ്ഞു, ഇന്നല്ലാഹ യുഖ്രിഉ ഖദീജത അസ്സലാം. അല്ലാഹു തആല ഖദീജക്ക് സലാം പറയുന്നുണ്ട് എന്ന് പറഞ്ഞു സയ്യിദുനാ ജിബ്രീൽ. ഫഖാലത്ത്. അപ്പോൾ സയ്യിദത്തുനാ ഉമ്മുനാ ഖദീജ
റളിയല്ലാഹു അൻഹ തിരിച്ചു പറഞ്ഞു, ഇന്നല്ലാഹ ഹുവസ്സലാം, അള്ളാഹ്ക്ക് ഇനി തിരിച്ച് സലാം മടക്കേണ്ടതില്ല, അവൻ തന്നെയാണ് സലാം. മനസ്സിലായില്ലേ? നമ്മളെ പെണ്ണുങ്ങളോട് ഇപ്പൊ അങ്ങനെ ഒരാൾ വന്ന് പറഞ്ഞാൽ എന്താ പറയാന്ന് അറിയില്ല. അതിന്റെ വിവരം എത്രയാ? വളരെ ചിന്തിക്ക്. കുറഞ്ഞ കാലം കൊണ്ട് വഫാത്തായി പോയിട്ടുണ്ട്, പക്ഷെ ഭയങ്കര ബുദ്ധിമതിയാണ്. അള്ളാഹു നിങ്ങൾക്ക് സലാം പറയുന്നുണ്ട്. അപ്പൊ തിരിച്ചു മറുപടി, ഇന്നല്ലാഹ ഹുവസ്സലാം, അവൻ തന്നെയാണ് സലാം. അവൻ ഇനി തിരിച്ചൊരാൾ സലാം പറയേണ്ട ആവശ്യമില്ല. വഅലാ ജിബ്രീൽ സലാം, എന്നാൽ ജിബ്രീലിൽ ഞാൻ സലാം മടക്കുന്നു. ജിബ്രീൽ അള്ളാഹുവിന്റെ സലാം ഉണ്ടായിരിക്കട്ടെ. വഅലൈക്കസ്സലാം, വഅലാ ജിബ്രീൽ സലാം, വഅലൈക്കസ്സലാം. ഹബീബ നബിക്കും മനസ്സിലായില്ലേ? ഇന്നല്ലാഹ ഹുവസ്സലാം വഅലാ ജിബ്രീൽ സലാം വഅലൈക്കസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുത്തുനബിയെ നിങ്ങൾക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സലാം മടക്കി ആര്? മുനാ ഖദീജ. അല്ലാഹു തആല സലാം പറഞ്ഞേക്ക അങ്ങോട്ട്. ആർക്ക്? ഖദീജ റളിയല്ലാഹു അൻഹാ. ആരായിരിക്കും അവര്? നിങ്ങൾ ചിന്തിക്കണം. പരിശുദ്ധ ഖുർആൻ ശരീഫ് പറയുന്നത്, യാ നിസാ അന്നബി ലസ്തുന്ന കഅഹദിൻ മിനൻ നിസാ, യാ നിസാ അന്നബി ലസ്തുന്ന കഅഹദിൻ മിനൻ നിസാ. സൂറത്തുൽ അഹ്സാബ് 32-ാമത്തെ ആയത്ത്. യാ നിസാ അന്നബി, നബിയുടെ ഭാര്യമാരെ, ലസ്തുന്ന കഅഹദിൻ മിനൻ നിസാ, നിങ്ങൾ ഭൂമിയിലെ മറ്റൊരു പെണ്ണിനെ പോലെയുമല്ല. എന്തുകൊണ്ട്? നിങ്ങൾ സൗജാത്തുൻ നബിയിൽ മുസ്തഫ, യാനി ഖുലിഖത്തിൽ അവാലിമു കുല്ലുഹാ ലിഅജ്ലിഹി, ഹബീബായ റസൂലുള്ളാഹിക്ക് വേണ്ടിയാണ് ലോകം മുഴുവനും പടച്ചിട്ടുള്ളത്. ഈ ദുനിയാവിന്റെ എല്ലാത്തിന്റെയും കേന്ദ്രം മുത്ത് മുഹമ്മദ് മുസ്തഫ. ഏതൊരു കാര്യത്തിന്റെയും നേതൃസ്ഥാനത്താണ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തുകൊണ്ട്? ചിന്തിക്കണം. കുല്ലുഹും മിർ റസൂലില്ലാഹി മുൽതമിസു ഖർഫൻ മിനൽ ബഹരി ഔ റശ്ഫൻ മിനൽ യമി വവാഖിഫൂന ലദൈഹി ഇൻദ ഹദ്ദിഹിം മിൻ നുഖ്തത്തിൽ ഇൽമി ഔ മിൻ ശക്ലത്തിൽ ഹികമി. ഏതൊരു നബിയും മുസ്തഫ റസൂലുള്ളാഹിന്റെ ദറജയുടെ താഴെയാണ്. അപ്പൊ ആ റസൂലുള്ളാഹിന്റെ ഭാര്യമാരെ പറ്റി ഖുർആൻ പറയാണ്, യാ നിസാ നബി, നബിയുടെ ഭാര്യമാരെ, ലസ്തുന്ന, നിങ്ങളല്ല, കഅഹദിൻ മിനൻ നിസായി, മറ്റുള്ള ഒരു പെണ്ണ് പോലെയുമല്ല നിങ്ങൾ. അപ്പോൾ ഈ ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠ വനിതകൾ ആരാണ്? റസൂലുള്ളാഹിന്റെ ഭാര്യമാര്. നസ്സുൽ ഖുർആൻ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ. മനസ്സിലായില്ലേ? ഉമ്മഹാത്തുൽ മുഅ്മിനീനാണ് എന്ത്? ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠ വനിതകൾ. കാരണം ഖുർആൻ പറഞ്ഞു, യാ അയ്യുഹൻ നബി, മനസ്സിലായില്ലേ? യാ നിസാ നബി, നബിയുടെ ഭാര്യമാരെ, ലസ്തുന്ന, ഒരിക്കലും ലസ്തുന്ന, മനസ്സിലായില്ലേ? ലസ്തുന്ന, നിങ്ങളല്ല. പിന്നെ കഅഹദിൻ മിനൻ നിസായി, മറ്റുള്ള ഒരു പെണ്ണിനെ പോലെയല്ല നിങ്ങൾ എന്ന് ആര് പറഞ്ഞ്? അല്ലാഹു തആല പറഞ്ഞു. അപ്പൊ ഈ ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠ വനിതകൾ ആരാണ്? ഉമ്മഹാത്തുൽ മുഅ്മിനീനാണ്. ശരി. അപ്പൊ ഈ ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠ വനിതകൾ ഉമ്മഹാത്തുൽ മുഅ്മിനീനാണ് എന്ന് ഈ ആയത്തോട് തെളിഞ്ഞു. ഇനി ഈ ആയത്തിലേക്ക് ഹദീസ് ചേർത്ത് വെച്ചാൽ ഏതായത്ത്? മാ അബ്ദലനി അല്ലാഹു ഖൈറൻ മിൻഹാ, ആ ഖദീജയേക്കാൾ ഖൈറായ ഒരാളെ പിന്നെ എനിക്ക് അല്ലാഹു തആല താൻ പകരം തന്നിട്ടില്ല. അപ്പൊ ഈ കൂട്ടത്തിൽ ഏറ്റവും വലിയ ആളാരായി? ഖദീജ ബീവി. അപ്പൊ ഈ ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠത ആർക്കായി? ഖദീജ ബീവിക്കായി. റളിയല്ലാഹു. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ല. ഖുർആൻ നസ്സായി പറഞ്ഞു. എന്ത്? ആ ഹദീസ്, അല്ല ഈ ഹദീസ് ശറഹാക്ക. എന്തിന്? ഈ ആയത്തിലേക്ക് ഹദീസ് ചേർത്ത് വെക്കാം. ഈ ഹദീസ് ആ ആയത്തിലേക്ക് ചേർത്ത് വെക്കാം. യാ നിസാ നബി ലസ്തുന്ന കഅഹദിൻ മിനൻ നിസായി, മറ്റൊരു പെണ്ണിനെ പോലെയുമല്ല നിങ്ങൾ എന്ന് ഖുർആൻ നസ്സായി പറഞ്ഞു. അപ്പൊ ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠ വനിതകൾ ആരാണ്? റസൂലുള്ളാഹിന്റെ ഭാര്യമാര്. എന്നിട്ട് പിന്നെ റസൂലുള്ളാഹിന്റെ ഹദീസ് അതിലേക്ക് ചേർത്ത് വെക്കാം. റസൂലുള്ള പറഞ്ഞ എന്ത്? എന്റെ ഭാര്യമാരെ കൂട്ടത്തിൽ ഖദീജ മരിച്ചപ്പോൾ ആ ശൂന്യത അവിടെ കിടന്നു. അങ്ങനെ അതുപോലെ ഖൈറുള്ള ഒരാളെ പിന്നെ എനിക്ക് അല്ലാഹു തആല തന്നിട്ടില്ല. അപ്പോൾ പിന്നെ അസ്വാജുൻ നബിയിൽ മുസ്തഫ
ദറജത്തുൽ ഊല ആർക്കായി? ഖദീജ റളിയല്ലാഹു അൻഹാ. ദറജത്തുൽ ഊല ഖദീജ ബീവിക്കാണ്. ദറജത്തുൽ ഊല ഖദീജ, ഒന്നാമത്തെ ദറജ ഖദീജ ബീവിക്കാണ് റളിയല്ലാഹു അൻഹാ. ചില ഹദീസുകൾ ഞാൻ വായിക്കാം. അനിൽ ഇമാം അഹ്മദ് ബിൻ ഹംബൽ അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ, ബഹുമാനപ്പെട്ടവർ അഹ്മദ് ബിൻ ഹംബൽ രേഖപ്പെടുത്തുകയാണ് ഇബ്നു അബ്ബാസ് തങ്ങളെ തൊട്ട് റളിയല്ലാഹു അൻഹുമാ. എന്താ പറയുന്നത്? ഖത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരച്ചു ഫിൽ അർളി, ഭൂമിയിൽ അർബഅത ഖുതൂത്തിൻ, 4 വരകൾ വരച്ചു. ആര്? ഒരിക്കൽ റസൂലുള്ള ഞങ്ങളുമായി ഇരിക്കുമ്പോൾ റസൂലുള്ളാന്റെ കയ്യിൽ എപ്പോഴും ഒരു വടി ഉണ്ടാവും. റസൂലുള്ളാന്റെ ഒരു പേരെന്നെ വടിക്കാരൻ, സാഹിബുൽ ഖലീബി, വടിക്കാരൻ. റസൂലുള്ളാന്റെ കയ്യിൽ എപ്പോഴും എന്തുണ്ട്? ആ വടി ഉണ്ടാവും, എപ്പോഴും വടി ഉണ്ടാവും. എന്തൊരു ചെറിയ വടി റസൂലുള്ളാന്റെ കയ്യിലുണ്ടാവും. 40 വയസ്സ് കഴിഞ്ഞാൽ വടി ഉണ്ടാവണം എന്നാണ്. 60 വയസ്സ് ശക്തിയാ സുന്നത്താ. നമുക്ക് പിന്നെ വയസ്സന്മാരായി അറിയിക്കാൻ മടിയുള്ളതുകൊണ്ട് നമ്മളത് എടുക്കൂലെന്ന് മാത്രം. 40 വയസ്സ് കഴിഞ്ഞാൽ കയ്യിൽ വടി പിടിക്കണം. 60 വയസ്സ് ശക്തിയായ സുന്നത്താ വടി പിടിക്കല്. ശക്തിയായ സുന്നത്താണ്. ഒരു വടി ഉണ്ടായിരിക്കണം. റസൂലുള്ളാനെ വടി പിടിച്ചത് എന്തിനെ? നിങ്ങൾക്കറിയാം, ലോകത്തെ ഏറ്റവും വലിയ ആരോഗ്യവാൻ റസൂലുള്ളാ അല്ലേ? മരിക്കണ സമയത്ത് വരെ ലഹു ഖുവ്വത്തു മിഅത്തി ഫാഇലിൻ, 100 കരികരുത്ത മല്ലന്മാരെ ശക്തി ഉണ്ടായിരിക്ക്. റസൂലുള്ളാ എന്നെ കുത്തിപ്പിടിക്കാനും ഇടങ്ങാറായിട്ടാ പിടിച്ച്? നിങ്ങളെന്ന് വിചാരിച്ച് 100 കരികരുത്തന്മാരായ മല്ലന്മാരെ കരുത്തുള്ള ആളാണ് ആര്? റസൂലുള്ളാഹി. അവർ റസൂലുള്ളാന്റെ കയ്യിൽ വടി ഉണ്ടാവും, സാധാരണ ഉണ്ടാവും സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരിക്കൽ ഭൂമിയിൽ ഇങ്ങനെ വര വരച്ചു. അർബഅത ഖുതൂത്തിൻ, 4 വര വരച്ചു മുത്ത് മുഹമ്മദ് മുസ്തഫ. എന്നിട്ട് കാല റസൂലുള്ളാഹി പറഞ്ഞു, അതദറൂന മാ ഹാദിഹി, ഇത് എന്താണ് നിങ്ങൾക്ക് അറിയോ എന്ന് ഞങ്ങളോട് ചോദിച്ചു. ഖാലു, അവര് പറഞ്ഞു, അല്ലാഹു റസൂലു അഅലം, ഞങ്ങൾക്കറിയില്ല റസൂൽ, അല്ലാഹു റസൂലിനെ അറിയും, നിങ്ങൾ ഈ വരച്ച എന്താന്ന് ഞങ്ങൾക്കറിയില്ല. അപ്പോൾ ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മുസ്തഫായ റസൂലുള്ളാഹി പറഞ്ഞേ, മുസ്തഫായ നബി പറഞ്ഞേ, അഫ്ളലു നിസാഇ അഹ്ലിൽ ജന്ന അർബഅ, സ്വർഗീയ വനിതകളിൽ ഏറ്റവും നേതൃസ്ഥാനത്തുള്ളത് 4 പെണ്ണുങ്ങളാണ്. ആ 4 ആളെ പറ്റിയുള്ള വരയാണ് ഞാൻ ഈ വരച്ചത് എന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ. 4 പെണ്ണുങ്ങൾ സ്വർഗീയ വനിതകളിൽ നേതൃസ്ഥാനത്താണ്. അവരെ സ്ഥാനം അറിയിക്കുന്ന വരകളാണ് ഈ വരകൾ എന്ന്. ഇതിൽ ഹബീബായ നബിയോട് അഖറബായ വര ഖദീജ, വസാനിയൻ ഫാത്തിമ, വസാലിസൻ മറിയം, വറാബിഅൻ ആസിയ റളിയല്ലാഹു അൻഹാ. മനസ്സിലായില്ലേ? ഒന്നാമതായി ഒരു വര, ആദ്യത്തെ വര ഖദീജ ബിൻത് ഖുവൈലിദ്, രണ്ടാമത്തെ വര ഫാത്തിമ ബിൻത് മുഹമ്മദ്, മൂന്നാമത്തെ വര മറിയം ഇബ്നത്ത് ഇമ്രാൻ, 4ാമത്തെ വര ആസിയ ബിൻത് മുസാഹിം. മനസ്സിലായില്ലേ? ഇതാണ് ലോകത്ത് പെണ്ണുങ്ങളിൽ സ്വർഗീയ ദറജകൾ എന്ന ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന്. വേറെ റിവായത്തിൽ അൻ അലി റളിയല്ലാഹു അൻഹു ഖാല ഖൈറു നിസാഇഹാ മറിയം വ ഖൈറു നിസാഇഹാ ഖദീജ, ഭൂമിയിലെ ഏറ്റവും വലിയ സ്ഥാനത്തുള്ള 2 പെണ്ണുങ്ങൾ, ഒന്ന് ഖദീജയും ഒന്ന് മറിയമുമാണ് എന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വേറെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയ വേറെ ഹദീസ് എന്ത്? അന്നബി ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല അഫ്ളലു നിസാഇ അഹ്ലിൽ ജന്ന ഖദീജ ബിൻത് ഖുവൈലിദ് വ ഫാത്തിമ ബിൻത് മുഹമ്മദ് വമറിയം ബിൻത് ഇമ്രാൻ വആസിയ ബിൻത് മുസാഹിൻ സൗജത്ത് ഫിറഔന, ഫറോവയുടെ ഭാര്യയായ ആസിയയും. ഇങ്ങനെ 4 പെണ്ണുങ്ങളാണ് സ്വർഗീയത്തിൽ ഏറ്റവും വലിയ സ്ഥാനത്തുള്ളത് എന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഇവിടെ എല്ലാം നിങ്ങൾ ചിന്തിക്കണം, ഏറ്റവും വലിയ സ്ഥാനത്താണ്. പിന്നെ ആമന ബില്ലാഹി ബിറസൂലില്ലാഹി മുത്ലഖൻ. അപ്പോൾ ഈ ഉമ്മത്തിലെ ആദ്യത്തെ സ്വഹാബി ആരാ? സാബിഖൂനൽ അവ്വലൂന എന്ന് പറഞ്ഞില്ലേ? ആ അവ്വലൂനയിലെ അവ്വലാരാ? മുഹാജിറ ആകണ്ടയില്ല, മുഹക്കുമൻ മുഹാജിറത്താണ്. ആര്? അള്ളാഹ്ക്ക് വേണ്ടി എല്ലാം ഒഴിവാക്കിയത് ആരാണ്? ആരാ? ഖദീജ ബീവിയാണ്. മുഹാജിരീങ്ങളിൽ ഖദീജ ബീവി പെടൂലെന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ടില്ല? തിങ്കളാഴ്ച മുസ്ലിം ആയ ആള് വ്യാഴാഴ്ച മരിച്ചപ്പോഴത്തിനുപരി ജുമയക്കൊണ്ടില്ല എന്ന് പറയേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ട്? ജുമാന്റെ മുമ്പ് മരിച്ചു പോയില്ലേ?
ചിന്തിക്ക്. ചില പണ്ഡിതന്മാര് പറയുന്നത് സ്വഹാബി വനിതകളിൽ വലിയ പണ്ഡിതയായ എണ്ണ ആയിഷ ബീവിയാണ്. അതിന് കാരണം നേരത്തെ കാലത്ത് ആര് മരിച്ചതാണ്? ഖദീജ ബീവി. കാരണം ഭയങ്കര ആക്കിലത്താണ്, ഭയങ്കര ആക്കിലത്ത്, ഭയങ്കര ബുദ്ധിയാ. ഒരു കാര്യം, കുടുംബത്തിലെ ഏത് കാര്യം ബാപ്പ ഒറ്റക്ക് വർത്താനം പറഞ്ഞാലും ഖദീജയുടെ കാര്യം ലാ യഖൂലു അൻ ഖദീജ ശൈഅൻ ഇല്ലാ വഹുവ യുശാവിറു ഖദീജ എന്നാ താരീഖില്. ഖദീജയോട് മുശാവറ നടത്താതെ ഖദീജയുടെ ഒരു കാര്യം പറയില്ല. അത്രയും വലിയ ബുദ്ധിമതിയാണ് ആര്? ഖദീജ റളിയല്ലാഹു അൻഹാ. അല്ലാഹുവിന്റെ ദറജ ഏറ്റി കൊടുക്കട്ടെ. നിങ്ങൾ ചിന്തിക്ക്. വഹുവ അഖറബു സൗജാത്തി നബിഹി ഇലൈഹി ഹുബ്ബൻ വമകാനതൻ വഹിയ. ഖദീജ ബീവി അഖറബു സൗജാത്തി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിമാരെ ഭാര്യമാരുടെ കൂട്ടത്തിൽ നബിയിലേക്ക് ഏറ്റവും അടുത്ത ആളാണ്. ഹുബ്ബൻ പ്രേമത്താലും വമകാനതൻ സ്ഥാനത്താലും റസൂലുള്ളാഹിലേക്ക് ഏറ്റവും അടുത്ത ആളാണ് ആര്? ബൽ അഖറബുന നസബൻ തറവാട്ടിലും ആദ്യത്തെ ആളാണ്. എന്തുകൊണ്ട്? ഹുസൈന്റെ പേരക്കുട്ടികളില് റസൂലുള്ളാഹ് ഹുസൈന്റെ പേരക്കുട്ടികൾ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഖദീജയുടെ വല്യാപ്പയും റസൂലുള്ളാഹിന്റെ വല്യാപ്പയും കുറച്ച് കഴിഞ്ഞാൽ ഒന്നാവും. ഹുസൈന്റെ പേരമക്കൾ റസൂലുള്ളാഹിന്റെ വല്യപ്പമാരിൽ ഒരാളാണ് ആര്? ഹുസൈ. ഒക്കെ ഇനി ഇൻഷാ അല്ലാഹ് ഖദീജ ബീവിയുടെയും റസൂലുള്ളാഹിയുടെയും ആദൻ നബി വരെയുള്ള വല്യാപ്പാരത്തിൽ ചർച്ച ചെയ്യും ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല തൗഫീഖ് തരും. അവരുടെ ശ്രേഷ്ഠത ഓരോ കാലക്കാരെ അവരൊക്കെ ഒക്കെ പറയും ഇൻഷാ അല്ലാഹ്. അവരൊക്കെ ഭൂമിയിൽ നിർവഹിച്ച മഹത്തായ കാര്യങ്ങൾ, സ്ഥാനങ്ങൾ എല്ലാം പറയും ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. ഇതൊരു സന്ദർഭമാണ്. കാരണം ഇങ്ങനെ സന്ദർഭം ഇനി ഉണ്ടാവില്ല. ഖദീജ ബീവിയുടെയും റസൂലുള്ളാഹിയുടെയും കൂടെ വല്യാപ്പമാര് ഒന്നാവുന്നുണ്ട്. എവിടെ വെച്ചിട്ട്? ഖുസൈയിൽ വെച്ചിട്ട്. ഖുസൈന്റെ പേരമക്കളിൽ വേറൊരാളെ കല്യാണം കഴിച്ചിട്ടില്ല, ഉമ്മു ഹബീബാനെ ഒഴികെ. പക്ഷെ അത് ഉമ്മു ഹബീബ വളരെ പിൽക്കാലത്താണ് താനും, കുട്ടികളോട്ട് ഉണ്ടായിട്ടുമില്ല. മനസ്സിലായില്ല? ഖുസൈന്റെ പേരമക്കളില് റസൂലിനെ കല്യാണം കഴിച്ച പെണ്ണുങ്ങൾ രണ്ടെണ്ണാണ്. അതിലാദ്യം കല്യാണം കഴിച്ചത് ആരെയാണ്? ഖദീജ ബീവിയാണ്. ഖദീജയിലേക്ക് ചേർത്ത് പറയാൻ ആ വിഷയത്തിൽ ഉമ്മു ഹബീബല്ല. എന്തുകൊണ്ട്? ഉമ്മു ഹബീബെ ആദ്യം കല്യാണം കഴിച്ചിട്ടില്ല. രണ്ട്, ഉമ്മു ഹബീബിന് കുട്ടികളുണ്ടായിട്ടില്ല. പിന്നെയോ അബൂ സുഫിയാനുമായുള്ള ബന്ധം ദൃഢമാക്കുകയും അബൂ സുഫിയാനെ നേരിലേക്ക് ചിന്തിക്കാനുമുള്ള മധ്യവർത്തിയാക്കിയതാണ് ആര്? ഉമ്മു ഹബീബെ. ഇത് അവ്വലു മാ തസവ്വജ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹത്താ ഖബല ബിഅസ വഹുവ സൗജുഹാ ലമ്മാ ജാഅ ഇലൈഹി ജിബ്രീൽ. ജിബ്രീൽ വരുമ്പോൾ റസൂലുള്ളാഹിന്റെ ഭാര്യ ആരാ? ജിബ്രീൽ വരുമ്പോൾ റസൂലുള്ളാഹിന്റെ ഭാര്യ ആരാ? ഖദീജ. അപ്പോൾ വഅഖറബു ഇലൈഹി നസബൻ തറവാട്ട് ബന്ധത്തിൽ നബിയോട് ഏറ്റവും അടുത്ത ആളാരാ? ഖദീജ ബീവി. കാരണം ആരെ മക്കളെ കൂട്ടത്തിൽപ്പെട്ട ആളാ? മനസ്സിലായില്ല? ഖുസൈ മുതൽ ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം വരെ റസൂലുള്ളാഹിക്കും ഖദീജ ബീവിക്കും ഒറ്റ വല്യപ്പാരാണ്. ഒരേ വഴിയിലാ വരുന്നത്. ഹുസൈന്റെ അവിടെ നിന്നാണ് ഇറങ്ങുന്നത്. ചിന്തിക്ക്. റളിയല്ലാഹു അൻഹാ. ഫളലുഹാ അളീം വഖത്റുഹാ. ഇത് ഫത്ഹുൽ ബാരി എന്നാണ് ഞാൻ ഈ ഹദീസ് വായിച്ചത്. ലം യതവസ്സജ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് ലം യതസവജ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ ദുരിയത്തി ഖുസൈൻ വഗൈറഹാ ഇല്ലാ ഉമ്മു ഹബീബ. ഉമ്മു ഹബീബ അല്ലാത്തൊരു പെണ്ണ് ഖുസൈന്റെ മക്കളിൽ ഖദീജ ബീവി അല്ലാതെ റസൂലുള്ളാഹി കല്യാണം കഴിച്ചിട്ടില്ല. അതിൽ പറയാൻ പറ്റിയ ഒരാളാണ് ഖദീജ. ആദ്യം കല്യാണം കഴിച്ചാണ്, പിന്നെ മക്കൾ ഉണ്ടായതാണ്. പിന്നെ മറ്റതൊക്കെ നാമമാത്രമാണ്. ഇത് എല്ലാം തികഞ്ഞതാണ് എന്ന നിലക്ക് ഈ ദുനിയാവിലെ ഏറ്റവും നല്ല കബീലയാണ് ആരുടെ കബീല? റസൂലുള്ളാഹിന്റെ കബീല. അതിലെ ഖുർആൻ സൂറത്തില്ലേ ലിഇലാഫി ഖുറൈശിൻ, അത് കബീലത്ത് റസൂലില്ലാ. ലിഇലാഫി ഖുറൈശിൻ ഇലാഫിഹിം റിഹ്ലത ശിതാഇ വസ്സൈഫ് فليعبدوا رب هذا البيت الذي أطعمهم من جوع وآمنهم من خوف. الأئمة من قريش. ഇമാമിങ്ങൾ എന്നും ഖുറൈശിൽ നിന്നായിരിക്കും വരിക. പുണ്യ റസൂൽ ഉറപ്പ്. ബാക്കിയുള്ളവരൊക്കെ കണക്കാണ്. സമുദായം നാശാവുമ്പോൾ നേതാക്കൾ എവിടുന്ന് വരും? ഉറപ്പല്ലേ? നമ്മളെല്ലാവരും ഇവിടെ ഇരിക്കടാന്ന് പറഞ്ഞാൽ നിങ്ങളത് പറയാൻ ആരാന്ന് ചോദിക്കാൻ ആളുണ്ടാവും. അഹ്ലു ബൈത്തിൽപ്പെട്ട ഒരാള് ഇരിക്കടാന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരാന്ന് ചോദിക്കാൻ ആളുണ്ടാവില്ല. ആ ചോദിച്ചാൽ ഒറ്റ ചോദ്യം ചോദിക്കുള്ളൂ, രണ്ടാമത്തെ ചോദ്യം ചോദിക്കൂല. ഇനി അങ്ങനെ തന്നെ അല്ലേ പറയും മനുഷ്യന്മാരെ. നമ്മളിപ്പോ ഇവിടെ എണീറ്റ് വന്ന് ഇരിക്കടാന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയാം നിങ്ങൾ ആരാന്ന് ചോദിക്കാം. റസൂലുള്ളാഹിന്റെ പേരക്കുട്ടിയായ ഒരാൾ ഇവിടെ എണീറ്റിട്ട് ഒന്ന് ഇരിക്കടാന്ന് പറഞ്ഞാൽ അവർ നിങ്ങൾ ആരാന്ന് ചോദിച്ചാൽ രണ്ടവണ ചോദിക്കൂല, അത് ഒറ്റ ചോദിക്കുള്ളൂ, രണ്ടവണ ചോദിക്കൂല.
അല്ല അയിമത്തു മിൻ ഖുറൈശ്, എപ്പോഴും അവരിൽ നിന്നാണ് ആര് വരിക? നേതാക്കന്മാര് വരിക. ഇനി ഇവിടെ ഉമ്മത്താകെ നാശാവുന്ന സമയമാണ്. ഉമ്മത്തിനെ രക്ഷപ്പെടുത്തണമെങ്കിൽ ആര്? വയറിലൊക്കെ നമുക്ക് പറയാ, വയറിലൊക്കെ നമുക്ക് പറയാ, നടപ്പിലാക്കാൻ കഴിയില്ല. നീതി നടപ്പിലാക്കണ്ടേ? നീതി നടപ്പിലാക്കണമെങ്കിൽ ആര് വരും? ഖുറൈശ് എന്നുള്ള ആൺകുട്ടി വരും. ആര്? ബഹുമാനപ്പെട്ട ഇമാം മഹ്ദി മിൻ ഖുറൈശ്. ഒക്കെ ഇതന്നെ വകുപ്പ്, അല്ലെങ്കിൽ ഉണ്ടാവില്ല. അപ്പൊ ആ വകുപ്പിൽ വേറെ ഒരാളെ റസൂലുള്ള കല്യാണം കഴിച്ചിട്ടില്ല. ഫത്ഹുൽ ബാരി എന്നാണ് ഈ ഹദീസ് ഞാൻ ഉദ്ധരിക്കുന്നത്. فضلها عظيم وخطرها جزيل أكرمها الله تعالى بأن زوجها رسول الله صلى الله عليه وسلم ورزقت منه الأولاد الكرام وأولادها كذلك فاطمة الزهراء. ആര് പോലെ റസൂലുള്ളാഹിക്ക് ഫാത്തിമ ബീവിയെ കിട്ടിയത് ആരിൽ നിന്നല്ലേ? ഖദീജ ബീവി റളിയല്ലാഹു അൻഹാ. ആ പരമ്പര ഇന്നും നിലനിൽക്കുന്നില്ലേ? കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുഅല്ലിമു ഖദ്റ ഖദീജ. ബഹുമാനപ്പെട്ട ഇമാം ആജിരിയുടെ ശരിഅ എന്ന ഗ്രന്ഥത്തിൽ നിന്നാണ് വായിക്കുന്നത്. കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുഅല്ലിമു ഖദ്റ ഖദീജ. ഖദീജയുടെ സ്ഥാനത്തെ എപ്പോഴും റസൂൽ മഹത്വപ്പെടുത്തിയിരുന്നു. വയുക്സിറു ദിക്റഹ, എപ്പോഴും പറയുന്നു ആരെപ്പറ്റി? ഖദീജയെ പറ്റി. എങ്ങനെ പറയും? ഏത് നേരം പറയും ഖദീജ ഖദീജ. എന്ത് വിഷയത്തിലും ഖദീജ അങ്ങനെയായിരുന്നു, ഖദീജ അങ്ങനെയായിരുന്നു, ഖദീജ അങ്ങനെയായിരുന്നു, ഖദീജ അങ്ങനെയായിരുന്നു. ഖദീജ ബീവിയുടെ ഒരു സഹോദരി ഉണ്ടായിരുന്നു. ഇടക്ക് റസൂലുള്ളാഹിന്റെ വീട്ടിൽ വരും. റസൂലുള്ളാഹ് വിളിച്ചു വരുത്തും. അവരോട് വർത്താനം പറയുമ്പോൾ റസൂലുള്ളാഹ് കഴിയും. എന്താ കാരണം എന്നറിയും? എന്തിനാ കാര്യം? അപ്പോൾ ഖദീജ, എനിക്ക് മറക്കാൻ കഴിയണില്ല. ഞാൻ തന്നെയായിരുന്നു ഖദീജന്റെ ശബ്ദം. യാ പഠിച്ചവനെ, അപ്പൊ എത്രയാണ് ആ ഒരു സ്നേഹം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ? മനസ്സിലായില്ല. ഖദീജ ബീവിയുടെ ഒരു സഹോദരി ഉണ്ടായിരുന്നു. ആ സഹോദരി ഇടയ്ക്ക് റസൂലുള്ളാഹിയുടെ വീട്ടിൽ വരും. പിൽക്കാലത്ത് ഖദീജ വഫാത്തായതിനു ശേഷം റളിയല്ലാഹു അൻഹ അവരോട് വർത്തമാനം പറഞ്ഞാൽ മുസ്തഫ നബി കരയും. എന്തുകൊണ്ട്? അപ്പത്തിന് ഓർമ്മ വരും. എന്ത്? സൗത്ത് ഖദീജ, സൗത്ത് ഖദീജ, സൗത്ത് ഖദീജ, ഖദീജയുടെ ശബ്ദം, ഖദീജയുടെ ശബ്ദം എന്ന് പറഞ്ഞ് കരയും. ആ സ്ഥാനത്തിന് റസൂലുള്ളാഹിന്റെ അടുത്ത് ആ സ്ത്രീക്കുള്ള സ്ഥാനം എത്രയാ? റളിയല്ലാഹു അൻഹ വെറുതെ ഇരിക്കല്ല, റളിയല്ലാഹു അൻഹ റളിയല്ലാഹു. ഏത് കഷ്ടപ്പെട്ട സമയത്താണെങ്കിലും ഒരു ആടിനെ കിട്ടിയാൽ ആടറുത്തിട്ട് صديقات وزع النبي صلى الله عليه وسلم اللحمة بين صدائق خديجة. ഖദീജയുടെ ചങ്ങാതിച്ചികൾക്കിടയിൽ അത് വിതരണം ചെയ്യാറുണ്ടായിരുന്നു പുണ്യ റസൂൽ മുസ്തഫ. മദീനയുടെ അങ്ങേ ഭാഗത്തൊരു സ്ത്രീ താമസിച്ചിരുന്നു. ഒരാളെ വിളിച്ചിട്ട് ഇറച്ചി ആക്കിയിട്ട് അവിടേക്ക് കൊടുത്തയക്കും. അപ്പൊ ചോദിക്കും, നബി അവിടെ ഇടയിലൊന്നും ആളില്ലാത്തോണ്ടാണോ അവിടെ കൊടുത്തയക്കണത്? അപ്പോൾ പറയും, ഖദീജയുടെ കാലത്ത് അവർ ഇടക്കിടക്ക് അവളെ പെരയിൽ വരാറുണ്ടായിരുന്നു, മറക്കാൻ കഴിയൂല. പഠിച്ച തമ്പുരാനെ, എത്രയാണ് ഇഷ്ടം! നിങ്ങൾ മറക്കരുത് കേട്ടോ. ഖദീജ ബീവിക്ക് ഒരു ഫാത്തിഹ ഓതണം എന്നും. റസൂലുള്ളാഹി നമ്മൾ ഒഴിവാക്കൂല. റസൂലുള്ളാഹിക്ക് മറക്കാൻ കഴിയാത്ത ആളാണ് ആര്? ഖദീജ റളിയല്ലാഹു അൻഹാ. അല്ലാഹു ദറജയേറ്റി കൊടുക്കട്ടെ, അള്ളാഹു ദറജയേറ്റി കൊടുക്കട്ടെ. ഞാൻ എൻ്റെ കുട്ടികളോട് ദുനിയാവിൻ്റെ കളിയിലൊന്നും പെടേണ്ട കുട്ടികളെ. ദുനിയാവ് അവസാനിക്കാനായിട്ടുണ്ട്, അടുത്ത് അവസാനിക്കും. സത്യമാണ് ഈ പറയുന്നത്. ഇതിനപ്പുറം എനിക്ക് പറയാൻ പറ്റൂല. ഇതിമൊരു പ്രശ്നം ഉണ്ടാവുന്നതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. ദുനിയാവിട അടുത്ത് അവസാനിക്കും, എല്ലാം തകരും, ഒരു സംശയം വേണ്ട. പണ്ഡിതന്മാർ ആകാശത്തിന്റെ ചുവട്ടിലെ ഏറ്റവും വൃത്തികെട്ടവരായി മാറും, സംശയിക്കണ്ട. ഉലമാഉഹും ശർറു മൻ തഹത അദീമി സമാ മിൻ ഇൻദിഹിം തഖ്റുജുൽ ഫിത്ന. ആകാശത്തിന്റെ ചുവട്ടിലെ ഏറ്റവും മോശപ്പെട്ടവർ ആലിമീങ്ങളായി മാറും. നല്ലവരില്ല എന്നല്ല, നല്ലവർ അപൂർവമായിരിക്കും, മോശപ്പെട്ടവർ വെലസും. അപ്പൊ പിന്നെ എന്താ ചെയ്യാ? വലിയ അങ്ങോട്ട് പിടിക്കന്നെ, വലിയടത്തിന് പിടിക്കന്നെ. മനസ്സിലായില്ലേ? വലിയ സ്ഥലമാണ് എന്ത്? മുത്തുനബി. അവിടുത്തെ പ്രേമഭാചനമാണ് ആര്? ഖദീജ. ചിന്തിക്ക്, ഖദീജക്കൊരു ഫാത്തി ഓടിയ ഒരാളെ മറക്ക റസൂലുള്ളാഹിക്ക് പറ്റൂല. കാരണം ഭയങ്കര ഇഷ്ടാണ്. ആര്? ഭയങ്കര ഇഷ്ടല്ലേ? കാനത്ത് മുർബിനാ ഫി അയ്യാമി ഖദീജ. എന്തിനാണ് നബിയെ
ആ സ്ത്രീക്ക് ഞങ്ങൾ ഭക്ഷണം ഇറച്ചി എത്തിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ പറയും അവർ ഖദീജയുള്ള കാലത്ത് ഇടയ്ക്കിടെ നമ്മളെ വീട്ടിൽ വരാറുണ്ടായിരുന്നു, അതുകൊണ്ട് അവരെ മറക്കാൻ എനിക്ക് കഴിയൂല എന്ന് പുണ്യ മുഹമ്മദ് മുസ്തഫ. ഖദീജ ബി വഫാത്തായിട്ട് സ്നേഹിതകളെ ബഹുമാനിക്കും റസൂലുള്ളാഹ്. കാരണം ആരെ സഹോദരി, ആരെ സ്നേഹിതയാണ്? ഖദീജയുടെ സ്നേഹിതയാണ്, മറക്കാൻ പറ്റൂല. അതാണ് ഖദീജ. അൽഹംദുലില്ലാഹ് എന്ന് പറയും. അങ്ങനത്തെ ഒരു ക്ലാസ് എടുക്കാൻ അത് നമുക്ക് തൗഫീഖ് തന്നില്ലേ? പറയും കുട്ടികളെ അൽഹംദുലില്ലാഹ് എന്ന് പറയും കുട്ടികളെ. അവരല്ലേ സിറാത്തല്ലദീന, അവരല്ലെങ്കിൽ ആരടാണ് അത്? ആരടാ അത്? പിന്നെ വേറെ ചിന്തിക്കണം. അവരെ പറ്റി എപ്പോഴും പറയും മുത്ത് മുഹമ്മദ് മുസ്തഫ. അവരെ കാര്യം പറഞ്ഞാൽ ദേഷ്യം പിടിക്കും. ആരെങ്കിലും പറയാൻ ഇത് ഖദീജ വേറെ പെണ്ണുങ്ങൾ ദുനിയാവിൽ ഇല്ലാത്ത പോലല്ലേ ഏത് നേരം ഈ ഖദീജ ഖദീജ. ആയിഷ ബീവി പറയും ദേഷ്യം പിടിക്കും. എന്താ വിചാരിച്ച് മനസ്സിലായില്ല? കാരണം എപ്പോഴും ഇങ്ങനെ പറയും. ആരെ പറ്റി? ഖദീജയെ പറ്റി ഇങ്ങനെ പറയും. അപ്പോൾ ആയിഷ ബീവി പറയാണ് ദുനിയാവിൽ വേറെ ഒരു പെണ്ണുങ്ങളില്ലേ? ഒരു ഏത് നേരം ഒരു ഖദീജ ഖദീജ. അപ്പോൾ ദേഷ്യം പിടിക്കും. ഖദീജന്റെ ഞാൻ റസൂലുള്ളാഹി പ്രശംസിക്കുമ്പോൾ അതിലെന്ന് ഇടപെടും. ചിലപ്പോ എന്ത് ചെയ്യും? ആയിഷ ബീവി പറയാണ് എനിക്ക് ദുനിയാവിൽ ഒരാളോട് ഒരു വിഷമം തോന്നിട്ടുണ്ടെങ്കിൽ അത് ആരോടാണ്? നമ്മൾ എന്ത് ചെയ്ത് കൊടുത്താലും റസൂലുള്ളാഹിക്ക് അതൊന്നും പറയാനില്ല. ഖദീജ ചില പേർക്ക് ദേഷ്യം വരും. നമ്മൾ എത്ര ഭാര്യയുടെ കാര്യമല്ല, പിന്നെ പറയാം ആരെ പറ്റിയാണ്. അപ്പൊ ഞാൻ ചോദിക്കും ദുനിയാവിൽ വേറെ പെണ്ണുമില്ലാത്ത പോലെയാണല്ലോ, എന്ത് ചെയ്തെന്നാലും പിന്നെയും പറയും ഖദീജ. ആ തള്ളച്ചിക്ക് നിങ്ങളെക്കാളും 15 വയസ്സ് കൂടുതലില്ലേ? ബിക്റായ എന്നെ പോലത്തെ പെണ്ണുങ്ങൾ അല്ലാഹു തആല നിങ്ങൾക്ക് കെട്ടിച്ചെന്നില്ലേ? എന്നിട്ട് ആ ഒരു തള്ള 2 ഭർത്താക്കന്മാർ ഒഴിവാക്കിയ തള്ളന്റെ പിന്നാലെ എപ്പോഴും പറയുന്നത്. അപ്പൊ ദേഷ്യം പിടിക്കും. എന്താ ഖദീജ എന്ന് വിചാരിച്ച് ദേഷ്യം പിടിക്കുന്ന സന്ദർഭമാണ് എന്ത്? ഖദീജക്ക് എന്താന്ന് ഒരാൾ ചോദിച്ചാൽ മതി, അപ്പൊ ദേഷ്യം പിടിക്കും. പുണ്യ റസൂൽ എപ്പോഴും അദ്ദേഹം അറിയിരിക്കും. എന്നല്ലാത്തൊരു വർത്താനം ഉണ്ടാവില്ല റസൂലുള്ളാഹിക്ക്. തന്നെക്കാൾ എത്ര വയസ്സാ? 15 വയസ്സ് കൂടുതലാ ഖദീജ ബീവിക്ക് മുത്തുനബിയേക്കാൾ. എന്തൊരു സ്നേഹാണത് പഠിച്ചോനെ. അല്ലാഹു തആല അവരുടെ ഹളറത്തിലേക്ക്, മുത്തുനബിയുടെ ഹളറത്തിലേക്ക്, അവിടുത്തെ സഹധർമ്മിണിയും പ്രേമഭാജനവുമായിരുന്ന ഖദീജ ബിൻറെ ഹളറത്തിലേക്ക് അല്ലാഹു തആല അത് എത്തിച്ചു കൊടുക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല എത്തിച്ചു കൊടുക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല എത്തിച്ചു കൊടുക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ദറജ അല്ലാഹു ഉയർത്തി കൊടുക്കട്ടെ. അവരെ കൊണ്ട് അല്ലാഹു നമുക്ക് ബറക്കത്ത് തരട്ടെ. ദുനിയാവ് ആഖിറ അല്ലാഹു രക്ഷപ്പെടുത്തി തരട്ടെ. അല്ലാഹ് ദുനിയാവിനെ ഖൽബ് വിളിപ്പിച്ചു തരണം. അതാ വലിയ കാര്യം. നമ്മളെ ഖൽബിനെ ഇത് കാരണം വിളിപ്പിച്ചു തരണമേ തമ്പുരാൻ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പിന്നെ ويثني عليها كرامة منه لها بعث النبي صلى الله عليه وسلم وهي زوجته رسول الله الله تعالى നബിയാക്കി തിരഞ്ഞെടുത്തപ്പോൾ ഖദീജ ബീവി ഹബീബായ നബിയുടെ ഭാര്യയാണ്. വേറെ ഒരു ഭാര്യയില്ല. ഖദീജ ബീവി വഫാത്താവുന്ന വേറെ ഒരു കല്യാണവും കഴിച്ചിട്ടും ഇല്ല. എന്തിനാ പറയുന്നത്? തായിഫിലേക്ക് പോകാൻ എന്താ? തായിഫിലേക്ക് പോകാൻ കാരണം എന്താ? തായിഫിലേക്ക് ആരെങ്കിലും ഒന്ന് സഹായിക്കണമെന്ന് പറയാൻ വേണ്ടിയിട്ട് കുടുംബത്തെ അന്വേഷിച്ചപ്പോൾ റസൂലുള്ളാഹി എവിടേക്ക് പോകും? എന്താ കാരണം? ഖദീജ ബീവി മരിച്ചു. റളിയല്ലാഹു അൻഹാ. ഖദീജ ബീവിയുള്ള കാലത്ത് ഖദീജ ബീവിനെ മതി ഭയങ്കര ത്രാണിയാണ്. ഖദീജാന്റെ ഭർത്താവാണ് റസൂലുള്ളാഹി. ഖുവൈലിദിന്റെ ഒരു റൊട്ടി തിന്നാത്ത ഒരാൾ അന്ന് മക്കയിലില്ല. ഖുവൈലിദിന്റെ ഒരു നേരത്തെ റൊട്ടി തിന്നാത്ത ഒരാൾ മക്കയിലില്ല. ആ ഖുവൈലിദിന്റെ മകളാണ് ആര്? ഖദീജ. ഖദീജാന്റെ ഭർത്താവ് കാരണം ഭയങ്കര സ്ഥാനാണ്. ഒരാൾക്ക് വിരലനക്കാൻ കഴിയാത്ത സ്ഥാനമാണ് ആരെ ഭർത്താവാകല്? ഖദീജ. ഖദീജ ബി വഫാത്തായപ്പോൾ റസൂലുള്ളാഹിന്റെ ചിറകറ്റതുപോലെയായി. അതിനുശേഷമാണ് എങ്ങോട്ട് പോണത്? തായിഫിലേക്ക് പോണത്. 2 ആളുടെ മരണം, ഒന്ന് ഖദീജ, ഒന്ന് അബൂ താലിബ് എന്നവര്. മനസ്സിലായില്ലേ? വഹിയ അവ്വലു മൻ അസ്ലമ മിനൻ നിസാ. ആദ്യം മുസ്ലിമായ മഹദിയായ ഖദീജ ബീവിയാണ് സ്ത്രീകളിൽ നിന്നും. ഫകാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം
യുഖ്ബിറുഹാ ബിമാ യുശാഹിദു മിനൽ വഹീ, വഹയിൽ നിന്ന് വരുന്നത്. ആദ്യകാലത്ത് റസൂലുള്ള പറഞ്ഞത് ഖദീജ ബീവിയോടാണ്. ഒന്നാമത്തെ വഹി വരെ പറഞ്ഞത് ആരോടാ? അതേപോലെ വഹീന്ന് വന്ന ആദ്യം ഖദീജ ബീവിയോട് പറയാം. ആദ്യം ഖദീജ ബീവിയോട് പറയാം. ഉറപ്പല്ലേ? ഈ ഇഖ്റ ആദ്യം കേട്ട ആരാ? കുട്ടികളെ പറയേ, ഈ ഇഖ്റ ആദ്യം കേട്ട ആളാരാ? ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ വറബ്ബുക്കൽ അക്രമുൽ ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. തന്നെ ആദ്യം കേട്ടത് മുത്തുനബി എന്ന് കേട്ടത് ഖദീജ ബീവിയാണ് റളിയല്ലാഹു അൻഹാ. ആദ്യം മുസ്ലിമായതും അവരാണ്. ആദ്യം പരിശുദ്ധ വഹി കേട്ട ആളും ഖദീജ ബീവിയാണ്. വഹി വന്നാൽ അള്ളാന്റെ ഹബീബ് അത് ആദ്യം പറഞ്ഞിരുന്ന ഖദീജ ബീവിയുടെ മരണം വരെ ആദ്യം പറയാ ആരോടാണ്? ഖദീജയോടാണ്. നിങ്ങൾ പറഞ്ഞു ഖദീജ എന്നെ ആരോ പേടിപ്പിച്ചു. അപ്പൊ പറയാ പേടിപ്പിക്കൂല. വല്ലാഹി ലാ യുഖ്സിക അല്ലാഹു അബദാ ഇന്നക ലതസിലുർ റഹ്മ വതഹ്മിലുൽ കല്ലാ വതുഖരിൽ ലൈഫാ വതസ്ബിറു അലാ നവാഇബിൽ ഹഖ്. ഒന്നും പറ്റൂല, നിങ്ങൾക്കൊന്നും പറ്റൂല. നിങ്ങൾ കുടുംബ ബന്ധത്തെ ചേർക്കുന്ന ആളാണ്. നിങ്ങൾ വിരുന്നുകാരെ ഊട്ടുന്ന ആളാണ്. നിങ്ങൾ മറ്റുള്ളവർ പ്രയാസം സ്വന്തം ചുമലിൽ വഹിക്കുന്ന ആളാണ്. നിങ്ങൾ എവിടെയെങ്കിലും സത്യത്തിനൊരു പ്രയാസമുണ്ടെങ്കിൽ അതിനെ സ്വന്തം ഏറ്റെടുത്ത് സത്യത്തെ വിജയിപ്പിക്കുന്ന ആളാണ്. നിങ്ങൾക്കൊന്നും സംഭവിക്കൂല. ആരുപദേശിച്ച് പറയ പക്വതയുള്ള പെണ്ണ്, പക്വതയുള്ള പെണ്ണ്, ഞാൻ നബിയായി വന്നതാണ്, അതുകൊണ്ട് ഇനി മുതൽ ഇങ്ങനെയൊക്കെ നടക്കണട്ടോ എന്ന് നബി അങ്ങോട്ട് പറയുന്ന മുമ്പ് എന്നെ ആരോ പേടിപ്പിച്ചു എന്ന് പറയുമ്പോൾ ആദ്യത്തെ ഉപദേശം ആരാ? ആദ്യത്തെ ഉപദേശം നബി ഖദീജ ബീവി അല്ല. ഖദീജ ബീവി ഇങ്ങോട്ട് ആ പെണ്ണിന്റെ ഉത്തരവാദിത്വമൊക്കെ ഭയങ്കരാണ്. അതന്നെ പെണ്ണ്. ഇന്നക ലതസിലുർ റഹ്മ വതഹ്മിലുൽ കല്ല വതുഖരിൽ ലൈഫ വതസ്ബിറു അലാ നവാഇബിൽ ഹഖ്. വഹി വന്നാൽ ആദ്യം പറയാ ഖദീജ ബീവി റളിയല്ലാഹു അൻഹാ എന്ന്. അപ്പോൾ ഫതുസബ്ബിതുഹു, റസൂലുള്ളാഹിക്ക് ധൈര്യം കൊടുക്കും. ആര്? ഖദീജ ബീവി. ധൈര്യം ചെന്നോളി, പേടിക്കണ്ട. വതുഅല്ലിമുഹു, ദീന റസൂലുള്ളാഹിക്ക് പഠിപ്പിക്കും. വതുഅല്ലിമുഹു, അങ്ങോട്ട് പഠിപ്പിക്കും. വതുസബ്ബിതുഹു വതുഅല്ലിമുഹു വതുസബ്ബിതുഹു, റസൂലുള്ളാഹിക്ക് ധൈര്യം കൊടുക്കും. ആര്? എന്താ പറയാ? ഇന്നക നബിയുൻ, നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾ അല്ലാഹുവിന്റെ നബിയാണ്, നിങ്ങൾ എന്തിനാ പേടിക്കണത്? നിങ്ങൾ അതിനേക്ക് മനസ്സിലായോ പറഞ്ഞത്? ഭയങ്കര പ്രയാസമുള്ള ഘട്ടങ്ങളിൽ ധൈര്യം ആരാ കൊടുക്കുക? ഈ മുസമ്മിൽ ആരാ? മൻസമ്മലത്ത് ഖദീജ. എന്ത് വിഷയം ഉണ്ടെങ്കിലും ആദ്യം ഓടി വരെ ആരെടുത്തേക്കാ? ഖദീജ സമ്മിലീനി ഖദീജ എന്നെ വന്ന് പുറപ്പെട്ട് മൂടിക്കൊണ്ട എന്ന് പറഞ്ഞ് ഓടി വരിക. അപ്പോൾ ഫസമ്മലത്ത്, അപ്പൊ റസൂലുള്ളാഹിനെ ലാളിക്കുന്ന കുട്ടിയെ പോലെ എന്ത് ചെയ്ത് പുറപ്പെട്ടു. അതിലേക്കാണ് യാ അയ്യുഹൽ മുസമ്മിൽ ഖുമിൽ ലൈല ഇല്ലാ ഖലീലൻ നിസ്ഫഹു അവ ഇൻഖുസ് മിൻഹു ഖലീലാ ഔ സിദ് അലൈഹി വറത്തിലിൽ ഖുർആന തർതീലാ ഇന്നാ സനുൽഖി അലൈക ഖൗലൻ തഖീല ഇന്ന നാശിഅതൽ ലൈൽ ഹിയ അശദ്ദു വത്അൻ വഅഖ്വമു ഖീല ഇന്ന ലക ഫിന്നഹാരി സബ്ഹൻ തവീലാ. പുതപ്പിട്ട് മൂടിക്കിടക്കുന്നവനെ എന്നാണ് ആയത്ത് വന്നു. ആരെ ഓർപ്പിട്ട് കൊടുത്ത്? സമ്മലത്തുഹു ഖദീജ. പുതപ്പിട്ട് കൊടുത്ത ആരാ? ഖദീജ ബീവി. പുതപ്പിന്റെ ഉള്ളിൽ കിടക്കുന്നവനെ എന്ന് വിളിച്ചു അല്ലാഹു റസൂലാണ്. യാ അയ്യുഹൽ മുസമ്മിൽ, പുതപ്പിന്റെ ഉള്ളിൽ കിടക്കുന്നവനെ. ആരാ പുതപ്പിട്ട് കൊടുത്തത്? ഖദീജ. എന്താ നിങ്ങളെന്താ ചിന്തിക്കാത്തതൊക്കെ? സമ്മിലീനി, നീ ഒന്ന് പുതപ്പിട്ട് മൂടിക്കൊണ്ട ഖദീജ, നീ ഒന്ന് പുതപ്പിട്ട് മൂടിത്ത ഖദീജ എന്ന് പറഞ്ഞ് ഓടി വന്നു റസൂലുള്ളാഹി ഖദീജാവിന്റെ അടുത്തേക്ക്. അപ്പൊ റസൂലുള്ളാഹി എന്ത് ചെയ്ത്? പുതപ്പിട്ട് കൊടുത്ത്. പരിലാളിച്ച കുട്ടിയെ പോലെ പുതപ്പിട്ട് ലാളിച്ച് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോഴും ജിബ്രീൽ വന്നു. യാ അയ്യുഹൽ മുസമ്മിൽ, പുതപ്പിൽ കിടക്കുന്നവനെ. ആരാ പുതപ്പിൽ കിടത്തിയത്? ഖദീജ ബീവി റളിയല്ലാഹു അൻഹാ.
ഉറക്കപ്പറ റളിയല്ലാഹു അൻഹാ. എന്താ ധൈര്യം കൊടുക്കുക? അല്ലിമോ, നബിയെ പഠിപ്പിക്കും. ഒത്തുസബ്ബിത്തുഹു, ധൈര്യം കൊടുക്കും, സ്ഥിരത കൊടുക്കും. ഒത്തുഅല്ലിമുഹു, റസൂലുള്ളാനെ പറ, റസൂലുള്ളാനെ പഠിപ്പിക്കും. എന്നിട്ട് പറയും ഇന്നക നബിയുൻ, നിങ്ങൾ നബിയല്ലേ, ഇന്നക ഇൻദല്ലാഹി കരീം, നിങ്ങൾ അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും വലിയ ആളല്ലേ, നിങ്ങൾ എന്തിനാ പേടിക്കണ്? അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുക. ആര്? ഖദീജ റളിയല്ലാഹു അൻഹാ, ഇന്നക നബിയുൻ, നിങ്ങൾ നബിയല്ലേ, ഇന്നക ഇൻദല്ലാഹി കരീം, നിങ്ങൾ അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും കരീമായ ആളല്ലേ, നിങ്ങൾ അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും മാന്യനായ ബഹുമാനിയായ ആളല്ലേ എന്ന് പറയും. ആര്? ഖദീജ റളിയല്ലാഹു അൻഹാ. പിന്നെ ഹിറാ ഗുഹയിൽ അല്ലാഹുവെ ആരാധിക്കാൻ വേണ്ടി പോകും പുണ്യ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നീട് 2 നേരം ഭക്ഷണം കൊണ്ടുപോകും ഖദീജ. 55 വയസ്സാ. അത് മനസ്സിലാക്കണമെങ്കിൽ ഹിറാ ഗുഹയിൽ കയറണം. ദിവസം 2 നേരം ഭക്ഷണം കൊണ്ടുപോകും. പഠിച്ചവനെ അവരെ ദറജ ഉണ്ട്. അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. അമ്മാനെ സ്നേഹിക്കാൻ എന്തോ പണ്ടേ ഖദീജവിന് ഭയങ്കര ഇഷ്ട. അതുകൊണ്ടായിരിക്കാം ഈ ഒരു ക്ലാസ്സിന് അള്ളാഹു തൗഫീഖാണെന്ന് ഇങ്ങനെ തോന്നുക. പണ്ടേ ഒരു ഹബ്ബ് എന്ന് പറഞ്ഞ ഒരു അതിരറ്റ ഹബ്ബാണ് എൻ്റെ കൽബിൽ ഖദീജ ബീവിയോട് റളിയല്ലാഹു അൻഹ. മറ്റു ഭാര്യമാരോട് ഇല്ല എന്നല്ല, ഭയങ്കര സഹിക്കാൻ കഴിയില്ല, ഭയങ്കര ആളാണ് ഖദീജ റളിയല്ലാഹു അൻഹ. ഖദീജ ഉറക്കപ്പറ. ഖദീജ, ഞാൻ എൻ്റെ ഒരു മോൾക്ക് ഖദീജ എന്ന് പേരിട്ടിട്ടുണ്ട്. ആരെങ്കിലും മകൾക്ക് ഖദീജ എന്ന് പേരിട്ടവരുണ്ടെങ്കിൽ അൽഹംദുലില്ലാ. 1 2 അൽഹംദുലില്ലാ. 3 ഹംദ്. ഇനി എന്താ? ഇനി ഏതെങ്കിലും പെൺകുട്ടിയെ തരികയാണെങ്കിൽ ബാക്കിയുള്ളവരും കൂടി പേരിട്ടാളി. അല്ലാഹു തആല അങ്ങനത്തെ പേര് എന്തിനേയും ബികറാമത്തി ഹബ്ബിൻ നബിയിൽ മുസ്തഫ ഖദീജ, റസൂലുള്ളാഹിന്റെ പ്രേമഭാജനത്തിനെ ബഹുമാനിച്ചുകൊണ്ട് നമ്മളെ കുട്ടിയൊക്കെ എന്ത് പേരിടുക? ഖദീജ. ഞാൻ എൻ്റെ ഒരു മോൾക്ക് ഖദീജ എന്നാ പേരിട്ടത് റളിയല്ലാഹു അൻഹാ. അവരോടുള്ള കറാമത്ത് ബഹുമാനം. 2 നേരം ഭക്ഷണം കൊണ്ടുപോകും ഹിറാ ഗുഹയിലേക്ക് ഖദീജത്തുൽ കുബ്ര. അന്ന് കയറി നോക്കി. നമ്മളിപ്പോ ആരോഗ്യവാന്മാർക്ക് കയറാൻ കഴിയില്ല, നമ്മളിപ്പോ നല്ല യുവാക്കൾക്ക് കയറാൻ കഴിയില്ല. കയറിയിട്ടില്ലേ? കയറിയവർ കൈപ്പൊക്കി. ഇൻഷാ അല്ലാഹ് ഇനി ഒരിക്കൽ നമുക്ക് ഒന്നിച്ച് കയറാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു പടച്ചോനെ നമുക്ക് ഒന്നിച്ച് കയറണം ഇൻഷാ അല്ലാഹ്. ഒന്നിച്ച് ഹിറാ ഗുഹയിൽ കയറാൻ പടച്ചോൻ തൗഫീഖ് തരട്ടെ. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഇപ്പൊ ക്ലാസിന്റെ നേതൃത്വത്തിൽ ഒരു യാത്ര അല്ലാഹു നമ്മളെ സഹായിച്ചാൽ, ആയിട്ടില്ല, സമയമായിട്ടില്ല, ഞങ്ങളോട് പറയും, സമയമാകുമ്പോ പറയും. ചിന്തിക്കുക, ആ പർവ്വതത്തിന്റെ മുകളിലേക്ക് ഹബീബിന് ഭക്ഷണം കൊണ്ടുപോകും. ഒരു ദിവസം 1 2 തവണ ഭക്ഷണം കൊണ്ടുപോകും ഉമ്മുൽ മുഅ്മിനീൻ ഖദീജ. 55 വയസ്സായ കിളവിയാണ് അന്ന് ഖദീജ റളിയല്ലാഹു അൻഹാ. ചില രാത്രി റസൂലുള്ളാഹിന്റെ കൂടെ താമസിക്കും, ഒപ്പം നിന്ന് കൊടുക്കും. ആര്? എന്നാലും അവന് ദേഷ്യപ്പെട്ടൂടെ? എന്ത് വിചാരിച്ച ഇവിടെ വന്ന് കൂടുന്നത്? ഇവിടെ എന്താ കച്ചവടണ്ട? അന്നത് നബിയാക്കിയിട്ടില്ലല്ലോ. ശത്രുക്കൾ ഭയക്കൂലേൻ, അതൊന്നും ഉണ്ടാവില്ല, ഒന്നുമില്ല. അതൊന്നും ഖദീജ ബീവിക്ക് പേടിയില്ലേ? ഒരു പേടിയും ഇല്ല. അങ്ങനെ ചരിത്രത്തിൽ ഒറ്റക്ക് യാത്ര ചെയ്ത എത്ര പെണ്ണുങ്ങളാണുള്ളത്? എന്തുകൊണ്ട്? വലില്ലാഹി ജുനൂദുസ് സമാവാതി വൽ അർദ്. ഇതിനൊക്കെ കാരണമുണ്ട്, അത് ഞാൻ പിന്നെ പറയാം. ഖദീജക്ക് ഒരു പേടി ഉണ്ടാവില്ല, അതിന് കാരണമുണ്ട്. ഖദീജ കാത്തിരുന്ന ആളാണ്. ഞാൻ കാരണം പറഞ്ഞുതരാം. കാത്തിരുന്ന ആളാണ്. ഇതാണ് കഴിയട്ടെ, ഞാൻ കാരണം പറഞ്ഞുതരാം. എന്തുകൊണ്ട് അങ്ങനെ താക്കല്ലേ? ഈ ആള് നബിയാണിന് മുമ്പ് തന്നെ ഖദീജക്ക് അറിയും എന്ത് നബിയാവും. അതാ വിഷയം. മനസ്സിലായില്ല? ഈ ആൾക്ക് അറിയുന്നതിന് മുമ്പ് ആർക്കറിയും? ഖദീജക്ക് അറിയും ഇത് നബിയാവുന്നു. അവിടെ കണക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയായി പ്രത്യക്ഷപ്പെടുന്നതിന് മുമ്പ് നബിയാകുമെന്ന് ആർക്കറിയും? ഖദീജക്ക് അറിയും. അങ്ങനത്തെ സംഭവമുണ്ട്. അപ്പൊ ഖദീജ ബീവി കാത്തിരിക്കന്നല്ലേ. ഈ മനുഷ്യൻ എന്ത് ചെയ്തു കൊടുക്കുമല്ലോ. ഗുഹയിലെ മുകളിലേക്ക് കൊണ്ട്, നിങ്ങൾ എന്തിനാ അവിടെ ഇരിക്കണത്? ഒന്നുമില്ല, ഒരു വർത്താനമില്ല. ഇവിടെ വരും. ചില രാത്രി റസൂലുള്ളാഹിനോട് അവിടെ താമസിക്കും. നേരം വെക്കുമ്പോൾ വൈകുന്നേരം ഭക്ഷണം കൊണ്ട് വരും. അങ്ങോട്ട് കുത്തിപ്പിടിച്ച് കയറി വരിക.
ചിന്തിക്കുക. അങ്ങനെ ഒരു അനുഭവം ഒന്നും ഒരാൾക്കും ഇല്ല. റബ്ബിന്റെ ഇബാദത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സഹായിക്കും. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എന്താണോ ആവശ്യമുള്ളത് അതെല്ലാം നബിയിലേക്ക് കൂട്ടിക്കൊടുക്കുകയും ചെയ്യും. ഒക്കെ റസൂലുള്ളാഹി കൊടുക്കും, എല്ലാം റസൂലുള്ളാഹിലേക്ക് ചേർത്ത് കൊടുക്കും. ഖദീജ റളിയല്ലാഹു അൻഹാ ഒരു സംഭവമുണ്ട്. എന്താ സംഭവം? ചെറുപ്പകാലത്ത് ഖദീജ റളിയല്ലാഹു അൻഹയുടെ ചെറുപ്പകാലം കൂട്ടുകാരികളുമായിട്ട് തവാഫിന് വന്നതാ. സംഭവം പറഞ്ഞുതരാം. കൂട്ടുകാരികളുമായി തവാഫിന് വന്നതാണ് ഖദീജ റളിയല്ലാഹു അൻഹ. അങ്ങനെ തവാഫെല്ലാം കഴിഞ്ഞിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കണ നേരത്ത്, തവാഫെല്ലാം കഴിഞ്ഞ് അവിടെ ഇങ്ങനെ ഇരിക്കുന്ന നേരത്ത് ഒരു ബഹളം ഇങ്ങനെ നടക്കുന്നുണ്ട് മത്താഫില്. അപ്പൊ ആ ഭാഗത്തേക്ക് ഇങ്ങനെ തിരിഞ്ഞു നോക്കി. മനസ്സിലായില്ലേ പറഞ്ഞത്? പണ്ട് പഴയ കാലത്തൊരു സംഭവം പറയാണ്. ഖദീജ ബിബി റളിയല്ലാഹു അൻഹയും കൂട്ടുകാരികളും കൂടിയിട്ട് കഅബ തവാഫ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. അങ്ങനെ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു ശബ്ദം ഇങ്ങനെ കേട്ടു. അപ്പൊ എല്ലാരും ഒന്നിച്ചിങ്ങനെ ഇരിക്കാണ്. ആര്? കൂട്ടുകാരികളുണ്ട്, ആരുണ്ട്? ഖദീജ ബീവി ഉണ്ട്. ഇങ്ങനെ ഇരിക്കാണ്. ആ നേരത്തെ ഒരു ശബ്ദം ഇങ്ങനെ കേട്ടു. അപ്പൊ ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കി ഖദീജ ബീവി റളിയല്ലാഹു അൻഹ. അപ്പോൾ ഒരു ഹബ്റു മിനൽ യഹൂദ്, പ്രത്യക്ഷത്തിൽ കണ്ടാൽ തന്നെ ഒരു യഹൂദി പുരോഹിതനാണെന്ന് തോന്നുന്ന ഒരാള് ഇങ്ങനെ മത്താഫിൽ എണീറ്റ് നിൽക്കുന്നുണ്ട്. ഒരാള്, അയാള് ഈ ആള് പിന്നെ അവിടെ ഇങ്ങനെ മാറിയിരുന്നു. കഅബാലയത്തിനെ തവാഫൊക്കെ ചെയ്ത് പണ്ട് ചെറുപ്പകാലത്ത്, മനസ്സിലായില്ല, കെട്ടിക്കണതിന്റെ ഒക്കെ മുമ്പ് ചെറുപ്പകാലത്ത്, മനസ്സിലായോ പറഞ്ഞത്? തവാഫൊക്കെ ചെയ്ത് ഇങ്ങനെ കൂട്ടുകാരികളോട് കൂടെ മത്താഫിൽ മാറി ഇങ്ങനെ ഇരിക്കാണ്. ആര്? ഖദീജ റളിയല്ലാഹു അൻഹ ചെറുപ്പകാലത്ത്. അങ്ങനെ ഇരിക്കുന്ന നേരത്ത് അങ്ങനെ വർത്താനം പറഞ്ഞോണ്ട് അങ്ങനെ ഒരു യഹൂദി പുരോഹിതൻ ഖുറൈശി പെണ്ണുങ്ങൾ ഇരിക്കുന്ന ഭാഗത്തേക്ക് ഇങ്ങനെ വന്നു. ഒരു യഹൂദി പുരോഹിതൻ. എന്നിട്ട് അയാൾ ഇങ്ങനെ, യാ മഅ്ശറ നിസാ ഖുറൈശ്, ഖുറൈശി പെണ്ണുങ്ങളെ, നിങ്ങളോട് ഒരു അത്യാവശ്യ കാര്യം പറയാനുണ്ട്, അതിനാണ് ഞാൻ വന്നത് എന്ന് പറഞ്ഞു ഇയാള്. കൂട്ടുകാരികളെ കൂടെ ഇരിക്കാണ്. ആര്? ഖദീജ റളിയല്ലാഹു അൻഹ. അപ്പൊ ഇയാള് വന്നിട്ട് പറഞ്ഞു, യാ നിസാ ഖുറൈശ്, ഖുറൈശി പെണ്ണുങ്ങളെ, ഒരു അത്യാവശ്യ കാര്യം നിങ്ങളോട് പറയാനുണ്ട്, അതിനാണ് ഞാന് വന്നത് എന്ന് പറഞ്ഞു ഈ യഹൂദി പുരോഹിതൻ. ഫൽതഫത്തത്തിൻ നിസ്വത്തു, അങ്ങനെ പെണ്ണുങ്ങളെല്ലാം ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കി, എല്ലാ പെണ്ണുങ്ങളും എന്ന്. അപ്പോൾ അയാൾ പറഞ്ഞ്, യാ മഅ്ശറ നിസാ ഖുറൈശ്, യാ ഖുറൈശി നേതാക്കന്മാർ, പെണ്ണുങ്ങളെ, ഇന്നഹു യൂസിക്കു അൻ യൽഹറ നബിയ്യുൻ, നബി വെളിവാകാനുള്ള സമയം ആയിട്ടുണ്ട്. നിങ്ങളെ കൂട്ടത്തിൽ ആരെങ്കിലും ആ നബിക്ക് വിരിപ്പ് കൊടുക്കാൻ താല്പര്യമുള്ള പെണ്ണുങ്ങൾ ഉണ്ടെങ്കിൽ വിരിക്കാൻ ഒരുങ്ങിക്കോളി. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? ഫിറാഷ് വിരിക്കാറിന കട്ടില് തട്ടി വിരിക്ക, ഭാര്യയുടെ ഉത്തരവാദിത്തല്ലേ അത്? കട്ടില് തട്ടി വിരിച്ച് കിടക്കാൻ സൗകര്യം ചെയ്ത് ഫിറാഷ് കൊടുക്കാൻ അതിന്റെ മൈന എന്താ? ഒരു പെണ്ണ് ഫിറാഷ് കൊടുക്കാൻ അതിന്റെ മൈന എന്താ? ഭാര്യ ആകാൻ. ഫിറാഷ് കൊടുക്കാന്ന് പറഞ്ഞാൽ ഭാര്യ ആകാന്നല്ല അതിന്റെ അർത്ഥം. അപ്പൊ ഈ യഹൂദിയായ ഈ പുരോഹിതൻ കഅബാലയത്തിന്റെ അടുത്ത് നിന്നിട്ട് ഇങ്ങനെ നടന്നു വന്നു. പെണ്ണുങ്ങൾ, ഖുറൈശി പെണ്ണുങ്ങൾ ഇരിക്കുന്ന ഭാഗത്തേക്ക് വന്നു. എന്നിട്ട് അയാൾ അയാൾ വലിയ ശബ്ദത്തിൽ ഇങ്ങനെ പറയാൻ തുടങ്ങി, നബി വരാനുള്ള സമയമായി കഴിഞ്ഞിട്ടുണ്ട് പെണ്ണുങ്ങളെ. നിങ്ങളെ കൂട്ടത്തിലെ വേറെ രൂപത്തിൽ അങ്ങനെ വിരിച്ചു കൊടുക്കാൻ. ഇത് ഫിറാശൻ ലഹു തന്നെ. ഫിറാശൻ ലഹു, അദ്ദേഹത്തിനുള്ള വിരിപ്പാകാൻ
ചോദ്യമുണ്ട്. അത് നിങ്ങളെ കൂട്ടത്തിൽ ആരെങ്കിലും ആ പുരുഷന് ആ നബിക്ക് വിരിപ്പാകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ചെയ്തോട്ടെ, ചെയ്യാൻ ഒരുങ്ങിക്കോളൂ എന്ന് പറഞ്ഞു. ഈ പുരോഹിതൻ ഇങ്ങനെ നടന്നപ്പോൾ ഫലാഹിക്കത്തിൻ നിസ്ബത്തു, സ്ത്രീകളെല്ലാം ആണ് ചിരിച്ചു. യഹൂദി മജ്നൂനുൻ, ഇയാൾക്ക് എന്തോ ഭ്രാന്താണ്. ഒരു വിവരമില്ലാത്ത വെറുതെ വർത്താനങ്ങൾ ഇങ്ങനെ പറഞ്ഞു നടക്കുന്ന മജ്നൂനിങ്ങളുണ്ടോ, അതിൽപ്പെട്ട ഒരാളാണ് എന്ന് വിചാരിച്ച് പെണ്ണുങ്ങളെല്ലാം ചിരിക്കാൻ തുടങ്ങി. ഇല്ല ഖദീജ റളിയല്ലാഹു അൻഹ, ഖദീജ റളിയല്ലാഹു അൻഹ ചിരിച്ചില്ല. ആ ശബ്ദം പിന്നെ ഖദീജ ബീവിക്ക് ഒന്നും ഓർമ്മയില്ല. പിന്നെ ഖദീജ ബീവിക്ക് ഒന്നും, പിന്നെ വർത്തമാനത്തിലൊന്നും ശ്രദ്ധിച്ചില്ല. ഇതിങ്ങനെ കേറി തലേക്ക് ആർക്ക്? ഖദീജ റളിയല്ലാഹു അൻഹ ഇതിങ്ങനെ കേറി, ഇതാ നബി വരാനായിട്ടുണ്ട്, ആരെങ്കിലും വിരിപ്പാകാൻ പെണ്ണുങ്ങളെ, ഖുറൈശി പെണ്ണുങ്ങളെ നിങ്ങൾ ഒരാൾക്കയിൽ ഭാഗ്യമുണ്ട്, നിങ്ങളിൽ ആരാ നബിക്ക് വിരിപ്പാകാനുണ്ടെങ്കിലും വിരിപ്പായിക്കോളും. ഇതിങ്ങനെ അത് ആഴത്തിൽ സ്വാധീനിച്ചു. ഫീ ഖൽബിഹ, ആരുടെ ഹൃദയത്തില്? ഖദീജ റളിയല്ലാഹു അൻഹ. ബാക്കിയുള്ള പെണ്ണുങ്ങളെല്ലാം കളിയാക്കാൻ തുടങ്ങി. മോശമായി പറഞ്ഞു, എല്ലാരും മോശമാക്കി പറയാം, എന്തോ അയാൾക്ക് അറിയാത്ത കാര്യം. എന്നാൽ യഹൂദി പറഞ്ഞ കാര്യത്തിൽ ഇങ്ങനെ ആഴത്തിൽ ആലോചിക്കും. എന്നും ഖദീജാബിയുടെ മനസ്സിൽ ഇത് വരും. പിന്നെ ഒരാളുടെ ഭാര്യയായി, അയാൾ മരിച്ചു, അയാളിലൊരു കുട്ടി ഉണ്ടായി. പിന്നെ വേറൊരാളെ ഭാര്യയായി, അയാളും മരിച്ചു, അതിന് 2 കുട്ടി ഉണ്ടായി. മനസ്സിലായില്ലേ? പിന്നെ കല്യാണം ഒന്നും കഴിച്ചില്ല, പിന്നെ കച്ചവടക്കാരത്തിയായി. മനസ്സിലായില്ലേ? അപ്പോഴാണ് പിന്നെ എന്തുണ്ടാവണമെന്നറിയോ? മൈസറത്തിനെയും കൂട്ടിയിട്ട് മുഹമ്മദിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി അല്ല, അന്ന് 25-ാമത്തെ വയസ്സാർക്ക് റസൂലുള്ളാഹിക്ക്, അങ്ങനെ മൈസറത്തിനെയും കൂട്ടിയിട്ട് എന്ത് ചെയ്ത് കച്ചവടം വെച്ച്. കച്ചവടം കഴിഞ്ഞ് തിരിച്ചു വന്ന മൈസറത്തിന് ഭയങ്കര ലാഭം കിട്ടിയിട്ടുണ്ട്. പക്ഷെ മൈസറത്തിന് പറയാനുള്ളത് ലാഭമൊന്നും അല്ല. എന്താണ് മൈസറത്തിന് പറയാനുള്ളത്? അത്ഭുതങ്ങളാണ്. ഈ മനുഷ്യന്റെ കൂടെ പോയപ്പോൾ ഈ മനുഷ്യനെ തണലിട്ടുകൊണ്ട് പിന്നാലെ നടക്കുക. എന്ത് മേഘങ്ങള്. ഞാൻ അത്ഭുതമാണ് കണ്ടത് യജമാനത്തെ എന്ന് പറയാൻ വേണ്ടി വരികയാണ്. പിന്നെ ഒരു കാര്യം ഓർമ്മല്ല, അപ്പോഴത്തിന് ഇങ്ങോട്ട് കൂട്ടും. എന്ത്? നിങ്ങൾ വിചാരിച്ച പ്രേമല്ലത്. ഇപ്പോൾ കുറച്ച് പ്രേമത്തിന്റെ കളി നടക്കുന്നുണ്ട്. മനസ്സിലായില്ല? ഇപ്പൊ ഖദീജ ബീവി നബിയെ പ്രേമിച്ചു എന്ന് പറഞ്ഞൊരു വർത്താനം നടക്കുന്നുണ്ട്. നിങ്ങൾ വിചാരിച്ച വാട്സപ്പിലെ പ്രേമല്ലത്. നിങ്ങൾക്ക് പറഞ്ഞത് നിങ്ങൾക്ക് വിഷയം മനസ്സിലായോ? നിങ്ങൾക്ക് വിഷയം. അപ്പൊ ഇവിടെ എന്താ ലക്ഷ്യം? നബിയുടെ ഭാര്യ ആകണം. ആർക്ക്? ഖദീജക്ക്. അതിന് ഏകദേശം യോഗ്യൻ ആരെന്നെയാണ്? അല്ലമീനാണ്. മൈസറത്ത് വന്ന് പറയും ചെയ്തു. എന്ത്? അന്ന് നബി ആയിട്ടില്ല, പിന്നെ 15 കൊല്ലം കഴിഞ്ഞ നബിയാണ്. ഏതെങ്കിലും കാലത്ത് മക്കയിൽ ഒരു നബി ആവുകയാണെങ്കിൽ അത് ഉമയ്യത്ത് ബിൻ അബീ സൽത്താണ് എന്നാണ് ദാറുന്നതുവിന്റെ തീരുമാനം. എന്നാൽ അത് മുഹമ്മദ് ആയിരിക്കും എന്നാണ് ആരുടെ തീരുമാനം? ഖദീജാവിന്റെ. ആ ബുദ്ധി ഖദീജയ്ക്ക് ഉള്ളാനും. പറഞ്ഞത് മനസ്സിലായോ? ഉമയ്യത്ത് ബിൻ അബീ സൽത്ത് ഖാൻ അയ്യകൂന നബിയ. ഉമയ്യത്ത് ബിൻ അബീ സൽത്ത് ആയിരിക്കും നബിയാവുക എന്ന പ്രതീക്ഷയിലായിരുന്നു മക്കക്കാർ. കാരണം കാന അറഫ ബിൽ അൻസാബിൽ ഖബായിലി. തറവാട്ട് വിവരങ്ങൾ, ജോഗ്രഫിക്കൽ ജ്ഞാനങ്ങൾ, ഹിസ്റ്റോറിക്കൽ വിവരങ്ങൾ മക്കയിൽ ഏറ്റവും അറിയുന്ന ആളാരാ? ഉമയ്യത്ത് ബിൻ അബീ സൽത്താണ്. ഇതോ വിവരമില്ലാത്ത ആളാണ്, ഉമ്മിയാണ്, പൂർണ്ണമായി ഉമ്മിയാണ്. അപ്പൊ ഈ മനുഷ്യൻ നബിയാണെന്ന് ആരും പ്രതീക്ഷിക്കൂല. ഒരു വിവരമില്ലല്ലോ. ആർക്ക്? പറ, ആർക്ക്? മുഹമ്മദ് മുസ്തഫ. ഉമ്മയല്ലേ? ഉമ്മാന്റെ മടിത്തട്ടെന്ന് കേട്ടതല്ലാത്ത, ഒരു സ്കൂളിലും മദ്രസയിൽ പോകാത്ത ആളല്ലേ? ആര്? മുഹമ്മദ് മുസ്തഫ. മക്കക്കാർക്കൊക്കെ കവിത അറിയും, കവിതയും സാഹിത്യവും അറിയാത്ത ഒരാളുണ്ടെങ്കിൽ അതാരാ? മുഹമ്മദ് മുസ്തഫ. അപ്പൊ എല്ലാരും കാത്തിരുന്നത് ഉമയ്യത്ത് ബിൻ അബീ സൽത്ത് നബിയാവുന്നാണ്. എന്നാൽ ഖദീജയുടെ കണക്കൂട്ടത്തിൽ ആരായിരുന്നു? റസൂൽ തന്നെ. എന്നാൽ അപ്പോഴൊന്നും പ്രത്യക്ഷപ്പെട്ടില്ല. പിന്നെ 15 കൊല്ലം ക്ഷമിക്കാണ്. ആര്? ഖദീജ ബീവി. ഖദീജ ബീവി ഉറപ്പിക്കാണ്. അതുകൊണ്ട് തന്നെയാണ് വേഗം വന്ന ഉടനെ തന്നെ
സത്യസന്ധനായ ഒരു പണ്ഡിതനുണ്ടായിരുന്നു അക്കാലത്ത്, വറഖത്ത് ബിൻ നൗഫൽ. വറഖാന്റെ അടുത്തേക്ക് വേഗം കൂട്ടിക്കൊണ്ടുപോയി. അപ്പോൾ മൂസ, അത് മൂസാന്റെ അടുത്ത് വന്ന ആൾ തന്നെയാണ്. ഇത് വരുന്നോട് കൂടെ വറഖന്റെ അടുത്ത് പോണതിന് മുമ്പ് തന്നെ ആര് പറഞ്ഞിട്ടുണ്ട്? ഖദീജ പറഞ്ഞിട്ടുണ്ട്, പേടിക്കണ്ട, നിങ്ങളൊന്നും നബിയാവാണ്, നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. ഇനി സംശയത്തിനൊന്ന് ദൂരീകരിക്കാൻ നമുക്ക് വറഖന്റെ അടുത്തൊന്ന് പോവാം. വറഖന്റെ അടുത്ത് പോണതിന് മുമ്പ് തന്നെ, കാരണം നേരത്തെ എല്ലാരും അയാളെ കളിയാക്കി. കഅബന്റെ അടുത്ത് വന്ന് പറഞ്ഞ ഈ പണ്ഡിതനെ കളിയാക്കി. എന്നാ കളിയാക്കാൻ തോന്നിയില്ല ആർക്ക്? ഖദീജയ്ക്ക്. ആരാണ് വിരിപ്പാകാൻ ഒരുങ്ങാ ചെയ്തോളിൻ. പെണ്ണുങ്ങളെ കൂട്ടത്തിൽ വന്ന് നിങ്ങളെ കൂട്ടത്തിൽ ഒരു ആരാണ് ഇന്നാലിന്റെ പുരുഷന് വിരിപ്പാകാന്ന് വെച്ചാൽ പെണ്ണുങ്ങൾ ചിരിക്കൂലേ? പെണ്ണുങ്ങൾ കളിയാക്കൂലേ? നിങ്ങൾ പോയി കാക്കാൻ നിങ്ങളെ പണി നോക്കിയെന്ന് പറഞ്ഞത് അങ്ങനെയല്ലേ പറയാ? എന്നാൽ അത് അന്ന് മുതൽ ഇങ്ങനെ ഓർത്ത് നടക്കാണ് ആര്? അപ്പോൾ ഖദീജ മൈസറത്ത് തിരിച്ചു വന്ന് പറയുമ്പോ, ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഇപ്പോ എന്തുണ്ടല്ലോ, ഖദീജ ബീവി നബിയെ പ്രേമിച്ചെന്നൊരു വർത്താനല്ലേ, അത് സിനിമ പാട്ട് വരെയല്ലേ? അതിന് യഥാർത്ഥമായ ന്യായീകരണം ഇപ്പൊ ഞാനീ പറയണത്. അതായത് സിനിമക്കാർ പറഞ്ഞ വിഷയമല്ലത്. പറഞ്ഞത് മനസ്സിലായില്ലേ? തലക്ക് കൊടുക്കണം കേട്ടോ ഞാൻ ഈ പറഞ്ഞ. ഇവിടെ ചരിത്രം അവർ മനസ്സിലാക്കിയില്ല. എന്തുകൊണ്ടാണ് ഖദീജ പ്രേമിച്ചത്? ഖദീജ പ്രേമിച്ച ശരീരം ഇങ്ങനത്തെ ഒരു ശരീരം കിട്ടുമെന്നതല്ല, നല്ല യൗവനമുള്ള ഒരാളെ പുതിയാപ്പിളാക്കാനല്ല. പിന്നെ എന്താണ്? ഇവിടെ ആ പുരോഹിതന്റെ വാക്ക് പുലരും. പറയും ചെയ്തിട്ടുണ്ട് ഇയാളെ ഞങ്ങളടുത്ത് വന്നിട്ട്, നിങ്ങളെ കൂട്ടത്തിൽ ആരെങ്കിലും ആ ആൾക്ക് വിരിപ്പാവുന്നതാണെങ്കിൽ വിരിപ്പാകാൻ ഒരുങ്ങിക്കോളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാരും കളിയാക്കിയിട്ടും കളിയാക്കാൻ ആർക്ക് തോന്നിയില്ല. അപ്പൊ അന്ന് വിരിപ്പാകാൻ ഒരുങ്ങി നടക്കാൻ ആര്? ഖദീജ. അതുകൊണ്ടാണ് ആദ്യത്തെ ഭർത്താവ് മരിച്ചത്. അത് അവസരം ഒരുങ്ങാണല്ലോ. രണ്ടാമത്തെ ഉണ്ടായി, മനസ്സിലായില്ലേ? അതും ആ ഭർത്താവ് മരിച്ച്. ആ കുട്ടികളൊക്കെ പിന്നെ മുസ്ലിം ആവുന്നുണ്ട്. ആ കുട്ടികൾ വന്നിട്ട് പിന്നെ പിൽക്കാലത്ത് ഞാൻ ചരിത്രമൊക്കെ പറയും ഇൻഷാ അല്ലാഹ്. ആ കുട്ടികൾ പിന്നെ അഭിമാനത്തോടു കൂടെ പറയാറുണ്ട്, എന്ത്, ഞങ്ങളുടെ റസൂലുള്ളാഹിന്റെ മക്കളാണ്. പറയാലോ, ഞങ്ങളും ആരെന്നെയാ. ഖദീജ ബീവിയുടെ മറ്റ് മക്കൾ പിൽക്കാലത്ത് വന്ന് മുസ്ലിം ആവുന്നുണ്ട്. എന്നിട്ട് അവര് പറയണ്ട്, ഞങ്ങൾ റസൂലുള്ളാഹിന്റെ മക്കളാണ്. കാരണം റസൂലുള്ളാഹിന്റെ ഭാര്യയല്ലേ ഞങ്ങളമ്മ. അപ്പൊ ഞങ്ങൾ ആരെ മക്കളാണ്? ഞങ്ങൾ റസൂലുള്ളാഹിന്റെ മക്കളാണ് അഭിമാനം പറയും. ഞങ്ങൾ റസൂലുള്ളാഹിന്റെ മക്കളാണ്, ഖദീജയുടെ മക്കളാണ്, ഞങ്ങൾ റസൂലുള്ളാഹിന്റെ മക്കളാണ് എന്ന് അഭിമാനം പറയാറുണ്ട് പിൽക്കാലത്ത് ഈ കുട്ടികള്. ചിന്തിക്കണം. അവരെ റസൂലുള്ളാഹി വല്ലാതെ ബഹുമാനിക്കുകയും ചെയ്യും. കാരണം ആരെ മക്കളാണ്? ഖദീജ എന്ന റസൂലുള്ളാഹിന്റെ പ്രേമഭാജനല്ലേ. ഈ പ്രേമത്തിന്റെ അടിസ്ഥാനം എന്താ? റസൂലുള്ളാഹിക്കും ശരീരത്തോടുള്ള ആഗ്രഹമല്ല. റസൂലുള്ളാഹിക്ക് ആരും പെണ്ണുങ്ങളെ കൊടുക്കുമല്ലോ. കാരണം മക്ക കണ്ട ഏറ്റവും വലിയ ലോകം കണ്ട സുന്ദരനല്ലേ ആര്? മുഹമ്മദ് മുസ്തഫ. നേടിയിട്ടുള്ളൂ, നഷ്ടപ്പെടുത്തിയിട്ടില്ല. എവിടേക്ക് മുഹമ്മദ് പോയാലും നേട്ടം കൊണ്ടേ വരുള്ളൂ. അപ്പൊ കയ്യിലുള്ളതൊക്കെ തൊലച്ചറിഞ്ഞ ആളാണോ? അല്ല. ആരെങ്കിലും ലാഭം ഉണ്ടാവാത്ത ആളാണെങ്കിൽ മുഹമ്മദിനൊപ്പം കൂടി ഉണ്ടാവും, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാഭം ഉണ്ടാവും. അപ്പൊ എല്ലാ നിലയിലും ഒരു മഹാസ്ഥാനത്തുള്ള ഒരാൾക്ക് ആരെ പെണ്ണുകൊടുക്കാത്തത്? പിന്നെ എന്തിനാ ഖദീജ? ഖദീജന് യോഗ്യാണ്. അപ്പൊ റസൂലുള്ളാഹിക്ക് അങ്ങോട്ട് ആയിക്കോട്ടെ എന്ന് പറഞ്ഞതിന് എന്തല്ല, ശരീരാഗ്രഹമല്ല. ഖദീജ ബി പ്രേമിച്ചിട്ടുണ്ടെങ്കിൽ അത് എന്തുമല്ല, ശരീരത്തോടുള്ള ആഗ്രഹമല്ല. എന്ത്? ഖദീജ ബിക്ക് നേരത്തെ ഒരു വിവരമുണ്ട്. ഇവിടെ ആര് വരുന്നുണ്ട്? നബി വരും. അതിനകത്ത് യോഗ്യനായ ഒരാളുണ്ടെങ്കിൽ അത് ആരായിരിക്കും? അല്ലമീന്. അപ്പോഴാണ് മൈസറത്തിന്റെ കൂടെ കച്ചവടത്തിന് പറഞ്ഞത്. തിരിച്ചു വന്ന മൈസറത്ത് പറയുകയും ചെയ്തു, അത്ഭുതങ്ങൾ കണ്ടതാണ് പറഞ്ഞ്. അപ്പൊ ഉറപ്പിച്ച് ഇതാരെന്നെ? നബി തന്നെ. അപ്പോഴാണ് പിന്നെ അബൂതാലിബിന്റെ അടുത്തേക്ക് പറഞ്ഞ ഷോക്ക്. അല്ലാതെ നിങ്ങൾ പാട്ട് പറഞ്ഞ കളി കളിക്കണ്ട. പാട്ട് പറഞ്ഞ കളിയല്ല കളി, സിനിമക്കാരെ പറഞ്ഞ കളിയല്ല കളി. എന്നാ പ്രേമത്തായിട്ടുള്ള കാര്യം ഉറപ്പാണ്. അതെന്തല്ല, ശരീരത്തോടല്ല. വിരിപ്പാവുക ആർക്ക്? നബി വരാനുള്ള സമയമായിട്ടുണ്ട്. ആരെങ്കിലും നബിക്ക് വിരിപ്പാകാനുള്ളവർ വിരിപ്പായിക്കോളൂ എന്ന് പറഞ്ഞു ആ യഹൂദി. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ദറജ ഏറ്റി കൊടുക്കട്ടെ. ഖൽബ് ശുദ്ധിയാക്കുക. അനാനിയത്ത് ഖൽബിന്ന് എടുത്തടകളാണ്. ഞാൻ എന്ന ഭാവം എടുത്ത് കളഞ്ഞാലല്ലാതെ ഒരിക്കലും ആത്മീയത ഷുർബാൻ കഴിയില്ല. ദീന് 3 കാര്യമാണ്. അൽ ഇസ്ലാമു വൽ ഈമാനു വൽ ഇഹ്സാൻ. ദീൻ 3 കാര്യമാണ്. ഇസ്ലാം 5 എണ്ണം,
ഈമാൻ 6 ഇഹ്സാൻ എന്താണ് കുട്ടികളെ? അൻ തഅബുദല്ലാഹ കഅന്നക തറ. ഖൽബിന്റെ മിർആത്തിൽ അല്ലാഹു എന്ന ആ ദിക്ർ പതിയ. അതിന് ഖൽബിന്ന് ആരെ കളയണം? ഇബ്ലീസിന്റെ പശണ്ട്. ഇബ്ലീസിന്റെ പശയാണ്. എവിടെ ചെന്നാലും ഓൻ ആ പശ ഒട്ടിക്കും. ഓന്റെ പശ എന്താ? അബാ വസ്തക്ബറ വകാന മിനൽ കാഫിർ. ഇബ്ലീസ് ഒരു സ്ഥലത്താണ് ഇരിക്കണതിന് ഓന്റെ പശ അവിടെ തേക്കും. ഓന്റെ പശയാണ് എന്ത്? കിബർ. മനസ്സിലാവുണ്ട് പറഞ്ഞത്? അനാന്യത്തെ ഖൽബിന് ബലിച്ചട് കളയണം. എന്നിട്ട് വരി. എന്നാ ഇവിടുന്ന് ഈ ക്ലാസ് കഴിഞ്ഞ് പോകുമ്പോഴത്തേനും ഒക്കെ ഔലിയാക്കന്മാരായി മരിക്കും ഇൻഷാ അല്ലാഹ്. അള്ളാഹു തൗഫീഖ് തരട്ടെ. ആദ്യം ഉറപ്പാണ് കുട്ടികളെ, അള്ളാഹിന്റെ ഔലിയാക്കന്മാരായി നമുക്ക് മരിക്കണം, അള്ളാഹിന്റെ മെഹബൂബീങ്ങളായി മരിക്കണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഖൽബിന്റെ ആ ഒരു ഖിലാഫ് അള്ളങ്ങട്ട് തുറന്നിട്ട് പൊട്ടിച്ചു തരണം. എന്നിട്ട് അതിന്റെ ഉള്ളിലേക്ക് അള്ളാഹു തല നൂറട് കയറ്റി തരണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഇനി എന്ത് വേണം? ഇബ്ലീസിന്റെ ഭാഷ ഖൽബിലുണ്ടാകരുത്. ഞാൻ 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 അത് ചിന്തിക്ക്. ഏത് ദിക്റിനെയും അത് കെടുത്തിക്കളയും. ചിലർ ദിക്റെല്ലും നമ്മളൊക്കെ തന്നെ, പക്ഷെ അനാനിയത്ത് മുന്നിലുണ്ടാവും. ഞാൻ 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 ഞാൻ. അള്ളാഹു കാക്കട്ടെ. 1000 പറ പാല് കറന്നിച്ചിട്ട് എന്താണ് കാര്യം? ഒരു കുഞ്ഞനൊന്ന് മൂത്രിച്ച കഴിഞ്ഞില്ലേ? 1000 പറ പാലുണ്ട്, പക്ഷെ കുഞ്ഞൻ മൂത്രിച്ച് ഇനി നടക്കൂല, കഴിഞ്ഞ്. മുത്തനജ്ജിസിനെ ത്വാഹിറാക്കാനുള്ള വകുപ്പുണ്ട്, പക്ഷേ തീട്ടമായ പാലിനെ ത്വാഹിറാക്കാനുള്ള വകുപ്പ് ഇന്നുവരെ കണ്ടുപിടിച്ചിട്ടില്ല. കഴിഞ്ഞ്. അള്ളാഹു കാക്കട്ടെ. അപ്പൊ എന്ത് വേണം? ഖൽബിന്ന് അനാനിയത്ത്. ഞാൻ 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 മറ്റേണ്ട് എറിയണം. ഞാൻ 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 ഞാൻ. ചില നമ്മളൊക്കെ തന്നെ ദിക്റെല്ലും, പക്ഷെ നമ്മൾ നിലത്തുനിന്നാണ് പൊന്തൂല, അവിടെ തന്നെ വെക്കും. നിലത്തുനിന്നാണ് കയറൂല. എന്തുകൊണ്ട്? കൽബിൽ എന്തുണ്ടാവും? കനം വെച്ചിട്ടുണ്ടാവും, കട്ടി, വലിയ കട്ടി ഉണ്ടാവും. 1000 കിലോത്തിന്റെ കട്ടി ഇവിടെ ഉണ്ടാവും. അതെന്താ? പറ. ഞാൻ 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 ഞാൻ. അതണ്ട് എറിയണം. അതെറിഞ്ഞിട്ട് വരി. ഞാനും നിങ്ങളും അതെറിഞ്ഞ് വരിക. ഇവൽക്കതൊന്നും ഇല്ലല്ലോ. അപ്പൊ അള്ളാഹു പോലെ തെരഞ്ഞെടുത്തു. നമ്മൾക്കും അതില്ലാതായ അള്ളാഹ് നമ്മളെ തെരഞ്ഞെടുക്കും. അള്ളാഹു നീതിമാനാണ്. അള്ളാഹ് ഇന്നാലിനാളെ തെരഞ്ഞെടുക്കാൻ പാടില്ല എന്നില്ല. ആരെ തെരഞ്ഞെടുക്കണമെങ്കിലും ഇബ്ലീസിന്റെ പശ തേച്ച് നടക്കരുത്. ഇബ്ലീസിനെ അള്ളാഹ് ഒഴിവാക്കിയതാണ്. ഓന്റെ കമ്പനിത്തെ പശയല്ല ഒഴിവാക്കിയതാണ്. ഓന്റെ കമ്പനിത്തെ പശയാണ് എന്ത്? അഹങ്കാരം. അള്ളാഹു തആല അത് ഒഴിവാക്കാൻ നമുക്ക് തൗഫീഖ് തരും. നിലത്തുനിന്ന് കൊണ്ടൂല. എത്ര ദിക്റിയല്ലാലും നിലത്തുനിന്ന് കൊണ്ടൂല. ഒരു ദിക്റി എല്ലിട്ടില്ലെങ്കിലും നിലത്തുനിന്ന് കൊണ്ടു. ചിലപ്പോൾ ലാ ദിക്ർ ദിക്റാവും, ചിലപ്പോൾ ദിക്ർ ലാ ദിക്റാവും, ചിലപ്പോൾ ലാ ദിക്ർ ദിക്റാവും, ഒരു ദിക്റും ഇല്ല, എന്നാൽ അതൊരു ദിക്റാണ്. എന്ത്? ദിക്റുല്ലാഹ്. ആരെപ്പറ്റി? അള്ളാഹിനെ പറ്റി. അള്ളാഹു തൗഫീഖ് തരട്ടെ. 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 അള്ളാഹു തൗഫീഖ്. ബിലാൽ പാപ്പാന്റെ ദിക്ർ എന്തായിരുന്നു? തവളയും മക്കളും ഹാളിർ, തവളയും മക്കളും ഹാളിർ. ഏതെങ്കിലും കിതാബിലുണ്ടോ? ഏതെങ്കിലും കിതാബുണ്ടോ? ഏതെങ്കിലും കിതാബുണ്ടോ? ഏതെങ്കിലും കിതാബിലുണ്ടോ തവളയും മക്കളും ഹാദർ ദിക്റാവുക? അല്ലാഹു അല്ലാതെ ഖൽബിൽ ഒന്നുമില്ലാത്ത ആള് എന്ത് പറഞ്ഞാലും ദിക്റായിരിക്കും. ചായ എന്ന് പറഞ്ഞാൽ ദിക്റാവും, കഞ്ഞി എന്ന് പറഞ്ഞാൽ ദിക്റാവും. ഞങ്ങളെ 2ാം ക്ലാസ്സൊക്കെ പൊന്തിക്കാണ്. 1ാം ക്ലാസ്സിൽ നിന്ന് 2ാം ക്ലാസ് കയറ്റണ്ടേ? എന്നൊക്കെ പറഞ്ഞോ. അല്ലാ എന്ന വിചാരമില്ലാത്തവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇല്ല ദിക്റാവൂല്ല. ഖൽബില് ഇബ്ലീസിന്റെ പശയുടെ ഹിജാബ് ഒട്ടിച്ചോൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയാൽ എന്താവൂല? ദിക്റാവൂല. എന്നാൽ ഖൽബിൽ ആ പശല്ല, അള്ളേ ഉള്ളൂ. അങ്ങനത്തെ ഒരാൾ ചായ എന്ന് പറഞ്ഞാൽ ദിക്റ, കഞ്ഞി എന്ന് പറഞ്ഞാൽ ദിക്റ, അമേരിക്ക എന്ന് പറഞ്ഞാൽ ദിക്റ എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായോ? അവിടേക്ക് നിങ്ങൾ എത്തും ഇൻഷാ അല്ലാഹ്. അള്ളാന്റെ മെഹബൂബീങ്ങളുമായ ഔലിയാക്കൾ തൊള്ള തുറന്നൊരു വർത്താനം പറഞ്ഞാൽ എന്താണ്? തൊള്ള പറഞ്ഞാൽ എന്ത് പറഞ്ഞാൽ ഒക്കെ എന്തെന്നെയാണ്? ദിക്റാണ് ചങ്ങായിമാരെ. കാരണം അവരെ കൽബിൽ ആരേ ഉള്ളൂ? മാഫീ ഖൽബി ഗൈറുല്ലാഹ് നൂറ് മുഹമ്മദ് സ്വല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്താ അതിന് വേന? ഹസ്ബി റബ്ബി ജല്ലല്ലാഹ്. എനിക്കെന്റെ റബ്ബ് മതി, എനിക്കെന്റെ റബ്ബ് മതി. ജല്ലല്ലാഹ്, അവൻ ഏറ്റവും വളർന്ന ജലീലായ റബ്ബാണ്. മാഫീ ഖൽബി ഗൈറുല്ലാഹ്, എന്റെ കൽബിൽ അല്ലാത്ത വേറെ ഒരാളും ഇല്ല. കൽബിൽ ആരേ ഉള്ളൂ? അല്ലേ ഉള്ളൂ. കൽബിൽ ആരേ ഉള്ളൂ. എത്ര കാലാഴ്ച എല്ലാം തുടങ്ങിയിട്ട്. നമുക്കത് തൊള്ളോണ്ടുള്ള പറച്ചിലല്ലേ? ഹസ്ബി റബ്ബി ജല്ലല്ലാഹ്,
എനിക്ക് എന്റെ അള്ള മതി, അവൻ ഏറ്റവും വളർമയായ റബ്ബാണ്. മാഫി ഖൽബി ഗൈറുല്ലാഹ്, മാഫി ഖൽബി ഗൈറുല്ലാഹ്. അല്ലാഹ് അല്ലാത്ത ഒരാൾ എന്റെ കൽബിൽ ഇല്ല. പിന്നാരും നൂറ് മുഹമ്മദ്, മുഹമ്മദിന്റെ നൂറും. അതെന്താ? അള്ളാന്റെ ഓഫീസിൽ നിന്ന് ഇബാദിനെ ഏറ്റെടുക്കാൻ വേണ്ടി ഇബാദിന്റെ കൽബിലേക്ക് വിടുന്ന കയറാണ് നൂറ് മുഹമ്മദ്. അല്ലാഹ് ആ നൂറ് മുഹമ്മദാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് വരണം. നൂറ് മുഹമ്മദാ, ലാ ഇലാഹ ഇല്ലല്ലാഹ് നൂറ് മുഹമ്മദാ ആണ്. എന്ത് ഞാൻ പറഞ്ഞ് ലാ ഇലാഹ ഇല്ലല്ലാഹ് നൂറ് മുഹമ്മദാണ്. ഒന്നാമത്തെ കലിമത്തും മുഹമ്മദ് മുസ്തഫ എന്നാണ്, രണ്ടാമത്തെ കലിമത്തും മുഹമ്മദ് മുസ്തഫയാണ്. അതന്നെ ദീന്. അതിന്റെ അപ്പുറം ഹബ്ബത്തു ഖർദലില്ല ദീന്, ആനമാനി തൂക്കം ദീൻ ഉണ്ടാവില്ല. അതന്നെയാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അതാ ഞാൻ പറഞ്ഞത്, അള്ളാഹുവിന്റെ ആരിഫ് മുണ്ടാതിരുന്ന ദിക്റാണ്. നമ്മൾ മുണ്ടിയ ദിക്റല്ലേനും. നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞിട്ടുള്ള മുണുങ്ങളാണ് നമ്മൾ ലക്ഷ്യം. നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇടക്കിടക്കൊന്ന് ബാധിച്ചു നോക്കും. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ. ഒരു കൂട്ടക്കാരുണ്ട് മൗലൂദ് ഓതുന്നു, അതിന്റെ ഇടക്കിടക്ക് പറയും നാസ്താക്കാതെ പോകുന്നതാണ്. ഞാൻ എങ്ങനെ ആലോചിച്ച് പഠിച്ചോനെ, ഞാൻ ഇവരെ കൂട്ടത്തിൽ പെട്ടല്ലോ റബ്ബേ, ഇന്ന് പെട്ടുവല്ലോ പഠിച്ചോനെ. അള്ളാഹ് റസൂലിന്റെ മൗലൂദ് ഓതുക, എന്നിട്ട് എന്ത് പറയാ? നാസ്താക്കാതെ പോന്നതാണ്. അയ്യേ, ഈ കൊല്ലം ഞാൻ പങ്കെടുത്ത വളരെ വിഷമുള്ള ഒരു സദസ്സതായിരുന്നു. ഞാനത് മുറിച്ചവിടെ. ഈ ഒരു മൂമിനായ മനുഷ്യന് മൗലൂദിനേക്കാൾ വലിയ ഭക്ഷണം എന്താ? ആരെ പറ്റിയാ പറയുന്നത്? മുഹമ്മദ് മുസ്തഫ. മങ്കൂസ ഒരു അരിയിൽ ഓടുമ്പോഴത്തിന് പള്ളിയിൽ വേദനയായി. എന്നിട്ട് എന്താ പറയുന്നത്? നാസ്താക്കാതെ പോയതാണ്. ഇവന്റെ കൽബിൽ എങ്ങനെ അള്ളി റസൂലും കയറുന്നു? അള്ളാഹു കാക്കട്ടെ. എങ്ങനെ അള്ളി റസൂലും കയറാനാണ്? മനസ്സിലാവേണ്ട കുട്ടികളെ, ഞാൻ ഈ കൊല്ലം പങ്കെടുത്തിട്ടുണ്ട് അങ്ങനത്തെ സദസ്സിൽ. അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. എന്തുകൊണ്ട്? മുഹമ്മദിയത്തിന്റെ ലദ്ദത്തിന് കൽബിൽ കയറിയിട്ടില്ലെങ്കിൽ ഈമാന്റെ വശം ഉണ്ടാവില്ല. അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. അപ്പൊ എന്ത് വേണം? ഈ ഒരു ശക്കിലിൽ വരണം. അതന്നെ നമുക്ക് റസൂലുള്ളയാണ് അഭയം. സല്ലല്ലാഹു, നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളയാണ്. നമുക്ക് ഉസ്റത്തുൻ ഇലാ റബ്ബിനാ. അള്ളാഹ് നമ്മൾ ദിക്റല്ല. അവര് ദിക്ർ അല്ലാതെ പറഞ്ഞാലും എന്താണ്? ചോറ് കൊണ്ടുവരണം, അതും ദിക്റാണ്. കഞ്ഞി കൊണ്ടുവരണം, അതും ദിക്റാണ്. നമ്മൾ കുറച്ച് താടിവാലന്മാരും തലയെ കെട്ടിയാലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാലും ഇവിടേക്ക് ഷുർബൂല. നമുക്ക് മോലാളിമാരെ ഉറുപ്പിയ ലക്ഷ്യം. അല്ലാഹു സുബ്ഹാനഹു. ഒരുപാട് സയ്യിദന്മാർ വേറെ ഈ ക്ലാസ്സിലുണ്ട്. സയ്യിദന്മാർ ഈ ക്ലാസ്സിൽ വരികയും വേണം. ഇത് നിങ്ങളെ കുടുംബമാണ്, ഇതൊരു അടിത്തറയാണ്. ഇതിൽ ഖദീജ ബീവി മുതൽ ബഹുമാനപ്പെട്ട ഹൈദർ ശിഹാബ് തങ്ങൾ വരെയുള്ള ചരിത്രം നമ്മൾ പറയും. ഇൻഷാ അല്ലാഹ്. ചിലപ്പോൾ 10 കൊല്ലം എടുക്കും, ചിലപ്പോൾ 15 കൊല്ലം എടുക്കും. എന്നാൽ നമ്മൾ പറയും ഇൻഷാ അല്ലാഹ്. പഠിച്ചവൻ എന്നെ ഞങ്ങളെ കാക്കണം റബ്ബേ. ഈ ദുനിയാവിലെ ഇന്ന് മോശപ്പെട്ട കൂട്ടത്തിൽപ്പെട്ട ആളുകൾ ഞങ്ങൾ തന്നെയാണ്. ഞങ്ങളെ ഉള്ളു വളരെ പോക്കാണ്. പക്ഷേ ശുദ്ധീകരിക്കാൻ കഴിയുന്നവനായ നിന്നെ ഏൽപ്പിക്കുകയാണ് റബ്ബേ. അത് പൂർണ്ണമായി പൂർണ്ണമായി പ്രവേശിക്കണമെന്ന് പറഞ്ഞില്ലേ? പൂർണ്ണമായി നിന്നെ ഏൽപ്പിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണം റബ്ബേ.